എല്ലാവർക്കും നമസ്കാരം. ജയശങ്കര. സദാശിവസമാരംഭം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്തം വന്ദേ ഗുരുപരമ്പരാം. ജയശങ്കര. ആദിശങ്കര ഇന്റർനാഷണൽ ഫൗണ്ടേഷന്റെ നേതൃത്വത്തിൽ അവതരിപ്പിക്കുന്ന ദിഗ്വിജയം എന്ന പരിപാടിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ദിഗ്വിജയത്തിന്റെ 25ാമത്തെ സെഷനാണ്. കഴിഞ്ഞ മാസത്തെ നമ്മളൊരു 25 കഴിഞ്ഞ മാസവും രേഖപ്പെടുത്തിയിരിക്കുന്നു. അതുകൊണ്ടാണ് ഇപ്രാവശ്യം 25 ഒന്നെന്നുള്ള രീതിയിൽ ചെയ്തിരിക്കുന്നത്. നമ്മൾ കഴിഞ്ഞ 25 മാസങ്ങളായി ആചാര്യസ്വാമികളുടെ കൃതിയായ തത്വബോധത്തെക്കുറിച്ചുള്ള ക്ലാസ്സുകളായിരുന്നു ഇതുവരെ മാതാജി എടുത്തുകൊണ്ടിരുന്നത്. അത് കഴിഞ്ഞ ക്ലാസ് കൊണ്ട് അത് കഴിഞ്ഞിരിക്കുകയാണ്. അതിന്റെ PDF ഫയൽ എല്ലാവർക്കും അത് അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. നമ്മുടെ ഗ്രൂപ്പുകളിലൊക്കെ അത് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. നമുക്കിന്ന് പുതിയ ക്ലാസ്സിലേക്ക് കടക്കുകയാണ്. ആദ്യമായി ഗുരുസ്മരണയ്ക്കായി നമ്മുടെ പ്രിയപ്പെട്ട ജയേട്ടൻ ഞാൻ വേദിയിലേക്ക് ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ജയശങ്കര. ജയശങ്കര ജയശങ്കര. അജ്ഞാനാന്തർഗഹന പതിതൻ ആത്മവിദ്യോപദേശൈഃ ത്രാതും ലോകൻ ഭവതവശിഖ താപപാപച്യമാനാൻ മുക്ത്വാ മൗനം വടവിടപിനോ മൂലതോ നിഷ്പതന്തി ശംഭോ മൂർത്തിശ്ചരതി ഭുവനേ ശങ്കരാചാര്യരൂപാ സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ശങ്കരം ശങ്കരാചാര്യം കേശവം ബാദരായണം സൂത്രഭാഷ്യകൃതൗ വന്ദേ ഭഗവന്തൗ പുനഃ പുനഃ. ജയശങ്കര ജയശങ്കര ജയശങ്കര. വളരെ സന്തോഷം ജയേട്ട. ഇന്നത്തെ ക്ലാസ്സിനായി നമുക്ക് ഏവർക്കും പ്രിയപ്പെട്ട നമുക്ക് ഏറ്റവും ആരാധ്യയായ പൂജനീയ സ്വാമിനി ദേവി ജ്ഞാനാബ്ദിഷ്ടയെ ഈ വേദിയിലേക്ക് ആദരപൂർവ്വം സ്വാഗതം ചെയ്തു. ജയശങ്കര. സദാശിവസമാരംഭാ ശങ്കരാചാര്യമധ്യമാ അസ്മദാചാര്യപര്യന്താ വന്ദേ ഗുരുപരമ്പരാ. ശ്രുതിസ്മൃതിപുരാണാനാം ആലയം കരുണാലയം നമാമി ഭഗവത്പാദം ശങ്കരം ലോകശങ്കരം. ശങ്കരം ശങ്കരാചാര്യം കേശവം ബാദരായണം സൂത്രഭാഷ്യകൃതൗ വന്ദേ ഭഗവന്തൗ പുനഃ പുനഃ. വേദസാരജ്ഞസമ്പൂർണം സാക്ഷാത് ബ്രഹ്മസ്വരൂപിണം ശാന്താനന്ദഗുരും വന്ദേ സന്തതം പരമേശ്വരം. ശാന്താനന്ദഗുരും വന്ദേ സന്തതം പരമേശ്വരം. ഓം നമഃ പരമഋഷിഭ്യോ നമഃ പരമഋഷിഭ്യഃ. ഓം വാഗ് യജ്ഞേന കൽപതാ. ആദിശങ്കര ഭഗവത്പാദരുടെ
അനുഗ്രഹ കടാക്ഷത്താൽ വേദാന്ത പ്രവേശിക ഗ്രന്ഥമായ തത്വബോധം കഴിഞ്ഞ 25 ക്ലാസുകൾ കൊണ്ട് നാം ശ്രവണം ചെയ്തു. വേദാന്തത്തിലേക്കുള്ള ഒരു പ്രവേശന ഗ്രന്ഥം എന്ന നിലയിൽ അത് വളരെ വിശദമായിട്ടാണ് നാം ശ്രവണം ചെയ്തത്. കാരണം വേദാന്തത്തിന്റെ പദപരിചയം വളരെ ഗഹനമായതുകൊണ്ട് തന്നെ ആ അർത്ഥ രഹസ്യം നന്നായി ഗ്രഹിച്ച് അത് ഹൃദയത്തിൽ ചേർത്ത് വെച്ചുകൊണ്ട് തുടർന്നുള്ള ശ്രവണം നടത്തിയാൽ ആചാര്യ ഭഗവത് പാദരുടെ അനുഗ്രഹ കടാക്ഷത്താൽ ജീവിത ലക്ഷ്യം സാർത്ഥകമാകും. മാനവ ജന്മം ദുർലഭമാണ്. അത് ലഭിച്ചിരിക്കുന്ന നാം ഓരോരുത്തരും ഈ ജന്മത്ത് അഭ്യുദയ നിശ്രേയസങ്ങൾക്കായിട്ട് പരിശ്രമിക്കണം. ധർമ്മ അർത്ഥ കാമങ്ങളോട് ചേർന്ന് നിന്നുകൊണ്ട് പുരുഷാർത്ഥ പ്രാപ്തിക്ക് ഉതകും വിധം പ്രവർത്തിക്കുന്നു എന്ന് പറയുമ്പോൾ പരമപുരുഷാർത്ഥമായ മുക്തിയാണ് മാനവ ജന്മത്തിന്റെ ആത്യന്തികമായ ലക്ഷ്യം. ഇന്ന് ഇവിടെ ജീവിച്ചിരിക്കുന്ന സകല മനുഷ്യരും ജ്ഞാനികൾ ഒഴികെ സുഖ ദുഃഖ ഭയാദികളിൽപ്പെട്ട് അസ്വസ്ഥകരമായ ജീവിതം നയിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ അസ്വസ്ഥതയ്ക്ക്, ഭയ ആശങ്കകൾക്ക്, ഉത്കണ്ഠാദി ഭാവങ്ങൾക്ക് ഒക്കെ ആത്യന്തികമായ ഒരു ഉപശമനം കിട്ടുമോ എന്ന് നമുക്കിപ്പോൾ സംശയമില്ല. അതിനുള്ള മാർഗമാണ് മുമുക്ഷുത്വത്തിന്റെ മാർഗം, മോക്ഷത്തിന്റെ മാർഗം. അവിടെ മോക്ഷം എന്ന് പറഞ്ഞാൽ സ്വസ്വരൂപ അനുഭൂതിയാണ്. തന്നെ അറിഞ്ഞ് അതിൽ അഭേദമായിരിക്കുക എന്നുള്ളതാണ്. തന്റെ സ്വരൂപം ഈ ദേഹമല്ല, മനോബുദ്ധീന്ദ്രിയാദികളല്ല എന്ന് തിരിച്ചറിഞ്ഞ് സ്വരൂപം അനന്തവും അദ്വയവും ഭാഗിക്കാൻ കഴിയാത്തതുമായ പൂർണ്ണതയാണ് എന്ന് തിരിച്ചറിഞ്ഞ് അതിൽ അഭേദമായി തീരുക. അതാണ് നമ്മളുടെ ജീവിതത്തിന്റെ ലക്ഷ്യം. ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ ജീവിതം ഭ്രമാത്മകമാണ് എന്ന് തിരിച്ചറിയുന്നതിന് വളരെ അനുഗ്രഹ അതിരേകത്താൽ ആചാര്യ ഭഗവത് പാദർ പകർന്നു തന്നിരിക്കുന്ന ഈ മഹത്തായ ജ്ഞാനപ്രകരണ ഗ്രന്ഥത്തെ സശ്രദ്ധം ശ്രവണം ചെയ്ത മഹത്തുക്കളായ ധന്യാത്മാക്കളായ ഓരോരുത്തരും ഈ ഗ്രന്ഥത്തിന്റെ അന്തസാരം കഴിഞ്ഞ ഒരു മാസമായി ഇതിന്റെ PDF-ഉം ചെറിയ രൂപത്തിലുള്ള അർത്ഥവും വെച്ച് അതിന്റെ മനന നിധിധ്യാസനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. അതുകൊണ്ട് ഈ ഗ്രന്ഥം മുഴുവൻ അതിന്റെ ഏകദേശം 7 ഭാഗങ്ങളിലായിട്ട് 7 പ്രകരണ ഭാഗങ്ങളിലായിട്ടാണ് നാം ശ്രവണം ചെയ്തത്. അത് 7ഉം നമുക്കൊന്ന് വളരെ വേഗത്തിൽ ഒന്ന് നോക്കേണ്ടതായിട്ടുണ്ട്. അതേ രീതിയിലായിരിക്കും നമ്മൾ പോവുക. അപ്പൊ തത്വബോധം എന്ന പ്രകരണ ഗ്രന്ഥത്തിനൊരു മംഗളാചരണത്തോടു കൂടിയാണ് ആരംഭിച്ചിരിക്കുന്നത്. ആ മംഗളാചരണം ഇങ്ങനെയാണ്: വാസുദേവേന്ദ്ര യോഗീന്ദ്രം നത്വാ ജ്ഞാനപ്രദം ഗുരും മുമുക്ഷൂണാം ഹിതാർത്ഥായ തത്വബോധോഭിധീയതേ. ഇവിടെ ആചാര്യൻ പറഞ്ഞിരിക്കുകയാണ്, വാസുദേവൻ യോഗീന്ദ്രനാണ്, ജ്ഞാനം പ്രദാനം ചെയ്യുന്ന ഗുരുവാണ്. അങ്ങനെ ഗുരുക്കന്മാരിൽ യോഗീന്ദ്രനായ ജ്ഞാനസ്വരൂപനായ ഗുരുവിനെ പ്രണമിച്ചുകൊണ്ട്, ഇവിടെ വാസുദേവൻ എന്ന് പറയുമ്പോൾ ഗോവിന്ദൻ എന്നൊരു മറ്റു പേരുണ്ട്. ഗോവിന്ദൻ ശങ്കര ഭഗവത് പാദരുടെ ഗുരുവാണ്. അതുകൊണ്ട് ഈശ്വരനും ഗുരുവും തമ്മിൽ ഭേദമില്ല എന്ന് വെളിപ്പെടുത്തിക്കൊണ്ട് വാസുദേവനെ യോഗീന്ദ്രനായിട്ട് ജ്ഞാനസ്വരൂപനായിട്ട് ഗുരുവായി കണ്ട് പ്രണമിച്ചുകൊണ്ട് മുമുക്ഷൂണാം ഹിതാർത്ഥായ, അതായത് മോക്ഷം ഇച്ഛിക്കുന്നവർക്ക് വേണ്ടി ഭയരഹിതമായിരിക്കുന്ന സ്വരൂപത്തെ അറിഞ്ഞനുഭവിച്ച് സ്വാതന്ത്ര്യത്തിന്റെ അപരിമേയത സ്വസ്ഥതയാണ് എന്ന് തിരിച്ചറിയുന്ന വിവേകികൾക്ക് വേണ്ടി ഹിതാർത്ഥായ തത്വബോധം എന്ന പ്രകരണ ഗ്രന്ഥം വിരചിക്കുന്നു എന്ന് മംഗളാചരണം ചെയ്തുകൊണ്ട് തുടർന്നുള്ള 7 പ്രകരണ ഭാഗങ്ങൾ ആചാര്യശ്രേഷ്ഠൻ അവതരിപ്പിക്കുകയാണ്. ഇവിടെ
സാധന ചതുഷ്ടയം എന്നതാണ് ഒന്നാമത്തെ പ്രകരണം. സാധന ചതുഷ്ടയ സമ്പന്ന അധികാരിണാം മോക്ഷസാധനഭൂതം തത്വവിവേക പ്രകാരം വക്ഷ്യാമഹ. സാധന ചതുഷ്ടയ സമ്പന്നരായ അധികാരികളുടെ മോക്ഷസാധ്യ രൂപമായ തത്വവിവേകത്തിന്റെ വർണ്ണന വക്ഷ്യാമഹ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിന്റെ അർത്ഥം ഇത് എന്റെ ഒരെണ്ണം മാത്രമല്ല, ഞങ്ങൾ ഗുരു പരമ്പര, ആ ഗുരുശ്രേഷ്ഠന്മാരെല്ലാം സത്യദർശികളെല്ലാം ഉപദേശിപ്പിക്കപ്പെടുന്ന ആ മഹത്തായ ദാർശനിക രഹസ്യം തന്നെയാണ്. ഇത് എന്റേതല്ല എന്ന് കാണിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ പ്രയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ സാധന എന്നുള്ള പദം പറഞ്ഞിരിക്കുന്നു. സാധന എന്നാൽ സാധക സാധനേന സാധ്യസ്യ സിദ്ധിം സാധനോതി. സാധകൻ യാതൊന്നിന്റെ സഹായത്താൽ യാതൊന്നിനെയാണോ സിദ്ധിക്കേണ്ടത് അതിനെ സിദ്ധിക്കുന്നതിന് സഹായകമായിരിക്കുന്നതേതോ അതാണ് സാധന. അപ്പം സിദ്ധിക്കേണ്ടതിനെ സാധിക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന അനുഷ്ഠാന പദ്ധതികളാണ് സാധന. അപ്പൊ ഉടനെ തന്നെ മനസ്സിലാകും സാധന ചതുഷ്ടയം കിം. അപ്പൊ അടുത്ത ചോദ്യം വരുന്നു, എന്താണ് സാധന ചതുഷ്ടയം? സാധന ചതുഷ്ടയം എന്ന് പറഞ്ഞാല് നിത്യ അനിത്യ വസ്തു വിവേക, ഇഹ അമുത്ര ഫലഭോഗ വിരാഗ, ശമാദിഷഡ് സമ്പത്തി, മുമുക്ഷുത്വം ചേതി. ഇത് 4 സാധന ചതുഷ്ടയ സമ്പത്തി. അപ്പൊ ഒന്നാമത്തത് നിത്യ അനിത്യ വസ്തു വിവേകം. അപ്പൊ ഉടനെ തന്നെ സംശയം വരും, എന്താണ് നിത്യ അനിത്യ വസ്തു വിവേകം? നിത്യ അനിത്യ വസ്തു വിവേക കഹ? നിത്യവസ്തു ഏകം ബ്രഹ്മ. നിത്യവസ്തു എന്ന് പറയുന്നത് ഏകമായിരിക്കുന്ന ബ്രഹ്മമാണ്. തദ് വ്യതിരിക്തം സർവം അനിത്യം. ഏകമായിരിക്കുന്ന, അരൂപമായിരിക്കുന്ന, അശബ്ദമായിരിക്കുന്ന ആ നിശ്ചല ബോധ സത്തയാണ് സത്യം. തത് വ്യതിരിക്തം, അതിൽ നിന്ന് അന്യമായി എന്തൊക്കെ നാമരൂപസഹിതമായി അറിഞ്ഞനുഭവിച്ചാലും അത് ഭ്രമജ്ഞാനമാണ് എന്ന് തിരിച്ചറിയുന്ന വിവേകം സദ്ഗുരു ശ്രവണത്താൽ ആർക്കുദയമാകുന്നു അവൻ വിവേകിയാണ്. അപ്പൊ നമ്മൾ സ്വയം നമ്മളോട് ചോദിക്കണം, ഞാൻ വിവേകിയാണോ അതോ അവിവേകിയാണോ? വിവേകി എന്ന് പറയുന്നതിന്റെ അർത്ഥം ഈ പ്രപഞ്ചത്തിന്റെ സ്വരൂപം അരൂപമാണ്. ഇതെങ്ങനെ നമുക്ക് മനസ്സിലാക്കാം? നമ്മൾ സമുദ്രത്തില് തിര, നുര, പത, ചുഴി ഇങ്ങനെ പലത് കാണുമ്പോഴും അത് ജലമാണ്. നാമരൂപാത്മകമായ ദൃശ്യങ്ങളെ കാണുമ്പോഴും ഈ നാമരൂപങ്ങളെല്ലാം അരൂപമായിരിക്കുന്ന ബ്രഹ്മം തന്നെ എന്ന് തിരിച്ചറിയുന്നത് വിവേകം. ഇത് ശ്രവണം ചെയ്ത് കഴിയുന്നതാണ്, ഇത് ബോധ്യപ്പെട്ട് ആ തിരിച്ചറിവ് ഒരാൾക്കുണ്ടാകുന്നതാണ് വിവേകം. നിത്യവസ്തു ഏകം ബ്രഹ്മ, തദ് വ്യതിരിക്തം സർവം അനിത്യം. അതാണ് നിത്യാനിത്യ വസ്തു വിവേകം. അപ്പൊ അടുത്തത് ചോദ്യം, വിരാഗഃ കഹ? ഇഹ സ്വർഗഭൂതേഷു ഭോഗേഷു ഇച്ഛാരാഹിത്യം. ഇഹത്തിലും പരത്തിലുമുള്ള സ്വർഗാദി സുഖങ്ങളിലും സകലവിധ ഭോഗങ്ങളിലും വിരാഗത. വിഗതഃ രാഗഃ, രാഗം പോയി, അതിലൊന്നിനും ഇച്ഛയില്ല. ഇച്ഛയില്ലാത്ത ആഗ്രഹമറ്റ ആന്തരിക സ്ഥിതി. കാരണം ഈ ആഗ്രഹം മനുഷ്യനുണ്ടാക്കുന്ന വിപത്തുക്കളെ കുറിച്ച് തിരിച്ചറിയണം. ആഗ്രഹം എങ്ങനെ വാസനയെ ഉണ്ടാക്കുന്നുവെന്നും ആ വാസന എങ്ങനെ അനേകം ജന്മ നൈരന്തര്യതയെ സൃഷ്ടിക്കുന്നുവെന്നും തിരിച്ചറിഞ്ഞ് ബോധപൂർവം ഇപ്പോഴനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ദൃശ്യവസ്തുക്കളൊന്നും സുഖം നമ്മിലേക്ക് നൽകുന്നില്ല എന്നും അവബോധപൂർവം സ്വയം വിചിന്തനം ചെയ്ത് വിരാഗം ഉണ്ടാകണം. കാരണം നിത്യവസ്തു ഏകം ബ്രഹ്മ എന്നറിഞ്ഞിട്ട് വിരാഗം ഉണ്ടാകണം. അപ്പം മൂന്നാമത്തേതായ സാധന ചതുഷ്ടയ സമ്പത്തിയിലെ മൂന്നാമത്തേത് എന്താണെന്ന് ചോദ്യം വരും. ശമാദിഷഡ് സമ്പത്തി ഏതൊക്കെയാണെന്ന് ചോദിക്കും. ശമോദമ, ഉപരമ, തിതിക്ഷ, ശ്രദ്ധ, സമാധാനം. അപ്പം ശമം, ദമം, ഉപരമം, ശ്രദ്ധ, തിതിക്ഷ, സമാധാനം. ഒട്ടനെ ശമ എന്താണ് എന്ന് സംശയം തോന്നും. ശമ കഹ? മനോനിഗ്രഹം എന്താണ്? ഇതൊക്കെ എല്ലാവരും ശ്രവണം ചെയ്തതാണ്. ആ PDF-ന്റെ കോപ്പി എല്ലാവരും എടുത്തു വെച്ചിട്ടുണ്ട് എന്ന് ധരിക്കുന്നു. ആ PDF-ന്റെ കോപ്പിയിൽ നോക്കി അതിനകത്ത് ശ്രദ്ധ വെച്ചുകൊണ്ട് ഈ വാക്കുകളിൽ ഒരേ സമയം ശ്രദ്ധ വെച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോയാൽ ഇത് കൃത്യമായിട്ട്
ഹൃദയത്തിലേക്ക് നിക്ഷേപിക്കാൻ കഴിയും. കാരണം ഇതിന്റെ ക്ലാസ്സുകളൊക്കെ വിശദമായി ശ്രവണം ചെയ്തവരാണ് എല്ലാവരും. മനോനിഗ്രഹം. അപ്പൊ ഈ മനസ്സിനെ എങ്ങനെ നിഗ്രഹിക്കും എന്ന് നമ്മൾ വളരെ ഓരോന്നിനും ഓരോ ക്ലാസ്സാണ് എടുത്തത്. മനസ്സെന്ന് പറഞ്ഞാൽ ഈ ജീവഭാവം ഇന്ദ്രിയങ്ങളെ കേന്ദ്രീകരിച്ച് ബഹിർഗമിക്കാതിരിക്കും. മനസ്സിനെ നിഗ്രഹിക്കണം. നമ്മൾ സാധാരണ മനസ്സിന്റെ അടിമയായിട്ടാണോ ജീവിക്കുന്നത്, അതോ നമ്മളാണോ മനസ്സിനെ നിയന്ത്രിക്കുന്നത്? മനസ്സ് നമ്മളെ നിയന്ത്രിച്ചാൽ വലിയ കഷ്ടമായ ജീവിതമായിരിക്കും. അപ്പൊ നമ്മൾ മനസ്സിനെ നിയന്ത്രിക്കണം. നമ്മൾ മനസ്സിനെ നിയന്ത്രിക്കണം എന്ന് പറഞ്ഞാല് നമ്മളെ ഒരു തരത്തിലും, നമ്മളിപ്പോ ദുഃഖിക്കാൻ തുടങ്ങുന്നു, ഈ ദുഃഖം ഇപ്പോൾ നമുക്ക് ആവശ്യമുണ്ടോ എന്ന് നമുക്ക് വിചിന്തനം ചെയ്തിട്ട്, വേണ്ട, ഇത് പ്രയോജനമുള്ളതല്ല, സത്യമല്ല. ഭയം ഇപ്പോൾ വേണമോ? ഇത് ദൃശ്യവസ്തുക്കളെ കേന്ദ്രീകരിച്ചാണ്. ദൃശ്യവസ്തുവോ നാം കാണുന്ന സകലതും നമ്മളുടെ റെറ്റിനയിൽ പതിയുന്ന അയഥാർത്ഥമായ തലകീഴായ ഒരു പ്രതിച്ഛായയാണ്. ഈ വിശ്വത്തിന്റെ മുഴുവൻ അനുഭവവും നമ്മളുടെ ഉള്ളിൽ അങ്ങനെയാണ് ഉണ്ടാകുന്നത്. അപ്പോഴ് അതനുസരിച്ച് അൺറിയൽ ഇൻവേർട്ടഡ് ഇമേജിന്റെ ഭ്രമാത്മകമായ തോന്നലാണ്. ആ തോന്നലിനെ കേന്ദ്രീകരിച്ച് നമ്മള് സത്യമെന്ന് വിചാരിക്കുന്ന ഭ്രമജ്ഞാനം ഒഴിവാകുന്നതിന് വേണ്ടി ഇന്ദ്രിയങ്ങളെ മനസ്സിലേക്ക് പ്രത്യാഹരിക്കണം. മനസ്സിനെ ബുദ്ധിയിലേക്കും, ബുദ്ധിയെ ആ മനസ്സിനെയും ബുദ്ധിയെയും നിലനിർത്തുന്ന പ്രാണനിലേക്കും തിരിച്ച് ലയിപ്പിച്ചതിന് ശേഷം പ്രാണനെയും മനസ്സിനെയും പ്രകാശിപ്പിക്കുന്ന ആ തേജസ്സിനെ തിരിച്ചറിഞ്ഞുകൊണ്ട് ഞാനെന്ന ജീവഭാവത്തിന്റെ തേജസ്സിനെ ശ്രദ്ധിക്കണം. ആ ഞാനെന്ന ജീവഭാവത്തെ പ്രകാശിപ്പിക്കുന്ന തേജസ്സിനെ ശ്രദ്ധിക്കുന്നവർക്ക്, അതിനെ പ്രകാശിപ്പിക്കുന്ന ആ ചൈതന്യത്തെ ശ്രദ്ധിക്കുന്നവർക്ക് മനസ്സ് ബഹിർഗമിക്കില്ല. കാരണം അവിടെ നിന്നാണ് ഈ ചൈതന്യം ഉദയമായി പരിമിതമാക്കി ദേഹബുദ്ധിയാ നമ്മൾ കൊണ്ടുവരുന്നത്. അപ്പോ പരിമിത ബോധത്തിൽ നിന്നും അപരിമേയത്തിലേക്ക് പോകുന്നതിന് ശമ ആവശ്യമാണ്. ദമഹകഹ ചക്ഷുരാദി ബാഹ്യേന്ദ്രിയ നിഗ്രഹം. ഈ നേത്രേന്ദ്രിയത്തെ ഒന്നും ഇതൊക്കെ കാണുന്ന രീതിയിലല്ല എന്ന് അറിഞ്ഞുകൊണ്ട് കണ്ണു തുറന്നിരിക്കുമ്പോൾ തന്നെ ശ്രദ്ധയെ മനസ്സിലേക്കും ബുദ്ധിയിലേക്കും പ്രാണനിലേക്കും, ആ കണ്ണു തുറന്നിരുന്നോട്ടെ, ഒരു പ്രശ്നവുമില്ല, പക്ഷെ ശ്രദ്ധ ആ പ്രാണനെയും ഞാനിനെയും നിലനിർത്തുന്ന അനന്ത വൈഭവമായിരിക്കുന്ന ചൈതന്യത്തിലേക്കും വിട്ടാല് നമുക്ക് പിന്നെ അതിന് പ്രത്യേകിച്ചൊരു ചക്ഷുരാദി ബാഹ്യേന്ദ്രിയ നിഗ്രഹം നടത്തേണ്ടതില്ല. അതാണ് ദമം. ഉപരമം എന്ന് പറഞ്ഞാല് ഇവിടെ പറഞ്ഞിരിക്കുന്ന നിർവചനം ആചാര്യ ഭഗവത് പാദര് സ്വധർമ്മ അനുഷ്ഠാനമേവച. ഇപ്പൊ ഇവിടെ വിദ്യാർത്ഥികളുണ്ട്, ഭാര്യയുണ്ട്, ഭർത്താവുണ്ട്, സഹോദരിയുണ്ട്, അമ്മയുണ്ട്. ഒരേ വ്യക്തി തന്നെ സഹോദരിയാകും, അമ്മയാകും, മകളാകും. അപ്പൊ ഓരോരുത്തർക്കും ഓരോ കർത്തവ്യമുണ്ട്. നിങ്ങൾ ഔദ്യോഗിക തലത്തിലുള്ള കർത്തവ്യമുണ്ട്, ഉത്തരവാദിത്തമുണ്ട്. അപ്പൊ ഈ കർത്തവ്യങ്ങളും ഉത്തരവാദിത്തങ്ങളും യഥോചിതം നിറവേറ്റുന്നതിനാണ് ഉപരമം എന്ന് പറയുന്നത്. അതായത് കർമ്മത്തിൽ ധർമ്മത്തെ ചേർത്ത് വെക്കണം. കർമ്മത്തിൽ ധർമ്മത്തെ ചേർത്ത് വെച്ചുകൊണ്ട് നമ്മൾ ജീവിക്കുമ്പോൾ ആ വ്യക്തി ഈശ്വര അഭിമുഖമായിട്ടാണ് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. അല്ലെങ്കിൽ അധർമ്മിയായി തീരും. അധർമ്മം ആ ജീവനെ അധപ്പതിപ്പിക്കും. അതുകൊണ്ട് നമ്മളുടെ സകലവിധ കർമ്മങ്ങളിലും കർമ്മത്തിന് മുമ്പേയുള്ള കർമ്മരഹിതമായ ആത്മചൈതന്യത്തെ ചേർത്ത് വെച്ചു കഴിഞ്ഞാൽ ആ ആത്മചൈതന്യം തന്നെ നമ്മളുടെ വാക്കിലും ചിന്തയിലും പ്രവൃത്തിയിലും അതുപോലെ ദൃശ്യാനുഭവങ്ങളിലും നിറഞ്ഞു നിൽക്കുന്നതായി കണ്ടുകൊണ്ട് നമുക്ക് ധാർമ്മികത ഉള്ളിലുണ്ടാകും. അങ്ങനെ ധാർമ്മികമായിട്ട് കർമ്മം ചെയ്യണം. അത് ഉപരമം എന്ന് പറയും. അടുത്തതോ തിതിക്ഷ. തിതിക്ഷ ശീതോഷ്ണ സുഖദുഃഖാദി സഹിഷ്ണുത്വം എന്ന് പറഞ്ഞാലും വിവേക ചൂടാമണിയിൽ പറഞ്ഞിരിക്കുന്ന നിർവചനം എന്ന് പറയുന്നത് സഹനം സർവദുഃഖാനാം അപ്രതീകാരപൂർവകം ചിന്താ വിലാപരഹിതം സാ തിതിക്ഷ. അതായത് സർവ ദുഃഖങ്ങളെയും ചിന്തയോ വിലാപമോ കൂടാതെ, ചിന്താ വിലാപരഹിതം, യാതൊരു പ്രതികാര ബുദ്ധിയുമില്ലാതെ വീക്ഷിക്കുന്ന ആന്തരിക നില. എന്ത് ദുഃഖം വന്നാലും പ്രതികാരമില്ല. നമ്മൾക്കുണ്ടാകുന്ന യാതൊരുവിധ
നമ്മൾക്കുണ്ടാകുന്ന സകല അനുഭവങ്ങളോടും നമ്മളുടെ വീക്ഷണം അതാണ്. പ്രതികാര ബുദ്ധിയില്ല, ദ്വേഷഭാവനയില്ല, ഷഡ്വികാരങ്ങളാകുന്ന യാതൊന്നും അതിലേക്ക് കടന്നു വരുന്നില്ല. അത്ര നിശ്ചലത നമ്മളുടെ ഉള്ളില് വരത്തക്ക രീതിയില് അഷ്ടരാഗങ്ങളകന്ന് അതിനെ നോക്കിക്കാണുന്ന ഒരു അഭ്യാസം. അങ്ങനെയാണ് അവിടെ തിതിക്ഷ എന്ന് പറയുന്നത്. നമ്മൾ അങ്ങനെ തിതിക്ഷ പാലിക്കാൻ പറ്റുമോ എന്നൊക്കെ തിതിക്ഷയെ പറ്റി ഒരു ക്ലാസ് നമ്മൾ എടുത്തിട്ടുണ്ട്. ശ്രദ്ധ കീദൃശി ഗുരു വേദാന്ത വാക്യാദിഷു വിശ്വാസം. അതായത് ശാസ്ത്രസ്യ ഗുരുവാക്യസ്യ സത്യബുദ്ധി അവതാരണം. ശാസ്ത്രത്തിലും ഗുരുവാക്യത്തിലും പൂർണ്ണ വിശ്വാസം, പൂർണ്ണ ഭക്തി. ശാസ്ത്രം പറയുന്നത് സത്യമാണ്. അലൗകിക വിഷയെ വേദാഹ പ്രമാണാണ്. നമ്മളുടെ ഇന്ദ്രിയങ്ങൾ കൊണ്ടോ മനസ്സുകൊണ്ടോ ബുദ്ധി കൊണ്ടോ അറിയാൻ പറ്റാത്ത കാര്യങ്ങളില് ഗുരു പറയുന്നതും ശാസ്ത്രം പറയുന്നതും അതേപടി ഭക്തിയോടെ ഉൾക്കൊള്ളണം. അങ്ങനെ ഉൾക്കൊണ്ടാൽ ജീവിതം സമാധാനപൂർണമായി തീരും. അതുകൊണ്ട് ശ്രദ്ധയുണ്ടായിരിക്കണം. പിന്നെയോ സമാധാനം കിം ചിത്തേകാഗ്രത, ചിത്തത്തിന്റെ ഏകാഗ്രത. സദ്വസ്തുവില് ചിത്തെ ഏകാഗ്രപ്പെട്ട് നിർത്താൻ ശ്രവണം ചെയ്ത സാധകന് കഴിയണം. അങ്ങനെ ഈ സമാധി ഷഡ് സമ്പത്തി ഒരു സാധകന് ഉണ്ടായിരിക്കണം. മുമുക്ഷുത്വം കിം മോക്ഷോ മേ ഭൂയാത് ഇത് ഇച്ഛ. എനിക്ക് മോക്ഷം ഉണ്ടാകണം എന്ന ഇച്ഛ. മോക്ഷം എന്ന് പറഞ്ഞാ എനിക്ക് മനസ്സിന്റെ ഭാവഭാവങ്ങളിൽ പെട്ട് ചഞ്ചലത്വങ്ങളിൽ പെട്ട് ജീവിക്കാൻ ഇഷ്ടമില്ല. എത്രയെത്ര ദുഃഖങ്ങളും രോഗാദികളും ഭാവങ്ങളും എന്ന് വെച്ചാൽ ശാരീരിക മാനസിക ബൗദ്ധിക വ്യാധികള് ഏതെല്ലാം തരത്തിൽ ഇങ്ങനെ ഒരാളെ ഗ്രസിച്ചുകൊണ്ടിരിക്കുന്നു. ഇത് ശരീര സ്വീകാര്യത്തിന്റെ ഭാഗമല്ലേ ഉണ്ടാകുന്നത്? ഈ ദേഹം, ഈ പഞ്ചഭൂത സംഘാതമായിരിക്കുന്ന ദേഹം ഞാനാണെന്ന് വിചാരിച്ചുകൊണ്ട് ഇങ്ങനെ ജീവിക്കുകയോ വേണ്ട എന്ന് വിചാരിച്ചുകൊണ്ട് മോക്ഷം വേണം, കേവലമായ സ്വരൂപാനുഭവം വേണം എന്ന ശ്രദ്ധയാണ് മോക്ഷം വേണം എന്ന ഇച്ഛ. ഏതത് സാധന ചതുഷ്ടയം, ഇതാണ് സാധന ചതുഷ്ടയം. തതഃ വിവേകസ്യ അധികാരിണഃ ഭവന്തി. ഇത് ഇത്രയും ഉണ്ടെങ്കിലേ തത്വവിവേകം ഒരാൾക്ക് ഉണ്ടാകുകയുള്ളൂ. സാധന ചതുഷ്ടയ സമ്പത്തി ഉണ്ടാകണം. ഈ സാധന ചതുഷ്ടയ സമ്പത്തി ഉള്ള ഒരു വ്യക്തിക്ക് രണ്ടാമത്തെ പ്രകരണ ഭാഗത്തിൽ കൂടി പറയുകയാണ് തത്വവിവേക കഹ. തത്വവിവേകം എന്ന് പറഞ്ഞാൽ എന്താണ്? ആത്മാ സത്യം. എന്താണ് സത്യം? ആത്മാ സത്യം. തദന്യത് സർവം മിഥ്യ. അല്ലാതെ എന്തനുഭവിച്ചാലും അത് മിഥ്യയാണ്. മിഥ്യ എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഒരു സംശയം ഉണ്ടാകും, ഇതൊക്കെ പൂർണ്ണമായിട്ട് അങ്ങ് ഇല്ലാത്തതാണോ എന്ന്. അങ്ങനെ ഇല്ലാത്തതെന്നല്ല അതിന്റെ അർത്ഥം. പിന്നെ എങ്ങനെ അതിനെ മനസ്സിലാക്കണം? അന്വേഷിച്ചു ചെല്ലുമ്പോൾ അങ്ങനെയൊന്നും ഇല്ല എന്ന് മനസ്സിലാവും. എങ്ങനെയാ? അന്വേഷിച്ചു ചെല്ലുമ്പോൾ അങ്ങനെയൊന്നും ഇല്ല എന്ന് ഗംഭീരമായിട്ട് മനസ്സിലാകും. അതായത് നമ്മൾ തുടക്കത്തിൽ ഒരു ഉദാഹരണം പറഞ്ഞില്ലേ, തിര, പത, കുമിള, ഇതൊക്കെ ഉള്ളതുപോലെ തോന്നുകയാണ്. പക്ഷെ യഥാർത്ഥത്തിൽ അത് എന്തുമാത്രമാണ്? ജലം മാത്രമാണ്. നാമരൂപാത്മകമായി പരിമിതമായി ദൃശ്യങ്ങളെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതൊക്കെ യഥാർത്ഥത്തിൽ ഈ പരിമിതമായ ദൃശ്യങ്ങളല്ല, ബ്രഹ്മം തന്നെയാണെന്ന് മനസ്സിലാകും. അപ്പൊ പരിമിതികളെല്ലാം മിഥ്യയാണെന്നും അപരിമേയമായത് സത്യമാണെന്നും. അതുകൊണ്ട് ആത്മാസത്യം. ഉടനെ നമുക്ക് തോന്നും നമ്മളുടെ സ്വരൂപ ആത്മാവാണ്. അപ്പോ ആത്മാക്കഹ, ആത്മാവെന്ന് പറഞ്ഞാൽ എന്താണ്? ശ്രദ്ധിച്ച് ഇതിനോടൊപ്പം പോണം, വളരെ ഓടിച്ചെന്ന് പറയുകയാണ്. സ്ഥൂല സൂക്ഷ്മ കാരണ ശരീരാത് വ്യതിരിക്ത. നമുക്ക് 3 ശരീരമുണ്ട്: സ്ഥൂല ശരീരം, സൂക്ഷ്മ ശരീരം, കാരണ ശരീരം. 3 ശരീരത്തിൽ നിന്നും വ്യതിരിക്തവും പഞ്ചകോശ അതീത സൻ, പഞ്ചകോശങ്ങൾക്ക് അതീത സ്വരൂപവും അവസ്ഥാത്രയ സാക്ഷി, ജാഗ്രത സ്വപ്ന സുഷുപ്തി, ഈ 3 അനുഭവങ്ങൾക്കും സാക്ഷിയും ആയിരിക്കുന്ന സച്ചിദാനന്ദ സ്വരൂപമാണ് ആത്മാവ്. ഒട്ടനെ നമുക്ക് സംശയം വരും, എന്താണ് ഈ സ്ഥൂല ശരീരം? സ്ഥൂല ശരീരം കിം പഞ്ചീകൃത പഞ്ചമഹാഭൂതൈകൃതം സത്കർമ്മജന്യം.
പഞ്ചീകൃതങ്ങളായ പഞ്ചമഹാഭൂതങ്ങളിൽ നിന്ന് ഉണ്ടായിരിക്കുന്നതാണ്. അപ്പൊ പഞ്ചീകൃതങ്ങളായ പഞ്ചമഹാഭൂതങ്ങളിൽ നിന്ന് ഇപ്പൊ എന്താണ് പഞ്ചീകരണ പ്രക്രിയ നിങ്ങൾക്കൊക്കെ അറിയാം, നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അതിൽ നിന്നുണ്ടായതും പൂർവജന്മ പുണ്യ പരിഭാഗത്താൽ ലഭിച്ചിരിക്കുന്നതും എന്തിനു വേണ്ടി ലഭിച്ചിരിക്കുന്നതാ? സുഖദുഃഖാദി ഭോഗ ആയതനം. സുഖദുഃഖാദി ഭോഗങ്ങൾക്ക് ഇരിപ്പിടവുമായിരിക്കുന്ന ഈ ശരീരം അസ്ഥി, അതുണ്ട്, വർത്തിക്കുന്നു. ജായതേ ജനിക്കുന്നു, വർദ്ധതേ വളരുന്നു, വിപരിണമതേ പരിണമിക്കുന്നു, അപക്ഷീയതേ ക്ഷയിക്കുന്നു, വിനശ്യതി. ഇങ്ങനെ 6 വികാരങ്ങളോട് കൂടിയ പഞ്ചീകൃത പഞ്ചമഹാഭൂതങ്ങളാൽ പൂർവജന്മ കർമ്മ പുണ്യ പരിഭാഗത്താൽ സുഖദുഃഖാദി ഭോഗായതനങ്ങൾക്കായി ഉണ്ടായിരിക്കുന്നതാണ് ഈ സ്ഥൂല ശരീരം. ഈ തടിച്ചു കൊഴുത്തിരിക്കുന്ന, കാണാൻ കഴിയുന്ന അസ്ഥി മജ്ജ മലമൂത്ര ഇത്യാദികളുടെ സംഘാതമായിരിക്കുന്ന ശരീരം സ്ഥൂല ശരീരം. അടുത്തതോ സൂക്ഷ്മ ശരീരം. കിം അപഞ്ചീകൃത പഞ്ചമഹാഭൂതൈകൃതം. അപഞ്ചീകൃതങ്ങളായ, പഞ്ചീകൃതമായതല്ല, അപഞ്ചീകൃത പഞ്ചമഹാഭൂതൈകൃതം സത്കർമ്മജന്യം പൂർവജന്മ കർമ്മത്താൽ ഉണ്ടായിരിക്കുന്നതാണ്. സുഖദുഃഖാദി ഭോഗ സാധനം. പഞ്ചജ്ഞാനേന്ദ്രിയാണി, 5 ജ്ഞാനേന്ദ്രിയങ്ങള്, പഞ്ചകർമ്മേന്ദ്രിയാണി, 5 കർമ്മേന്ദ്രിയങ്ങള്, പഞ്ചപ്രാണാദേഹ, 5 പ്രാണന്മാര്, അതായത് പ്രാണാപാന വ്യാനോദാന സമാനങ്ങള്, പഞ്ചകർമ്മ പ്രാണാദേഹ, മനശ്ചൈകം, ബുദ്ധിശ്ചൈക, ഏവം സപ്തദശ കലാഭിഹി. അതാണ് സൂക്ഷ്മ ശരീരം. അതായത് 5 ജ്ഞാനേന്ദ്രിയങ്ങള്, 5 കർമ്മേന്ദ്രിയങ്ങള്, 5 പ്രാണങ്ങള്, മനസ്സ്, ബുദ്ധി, ഈ 17 ഘടകങ്ങൾ ചേരുന്നതാണ് സൂക്ഷ്മ ശരീരം. അപ്പൊ ഉടനെ തന്നെ ചോദ്യം വരും, 5 ജ്ഞാനേന്ദ്രിയങ്ങൾ ഏതൊക്കെയാണ്? നിങ്ങൾക്കറിയാം. 5 ജ്ഞാനേന്ദ്രിയങ്ങള് കാത്, നാക്ക്, മൂക്ക്, കണ്ണ്, ത്വക്ക്, ഇങ്ങനെയുള്ള 5 ജ്ഞാനേന്ദ്രിയങ്ങൾ. അപ്പൊ ഈ ജ്ഞാനേന്ദ്രിയങ്ങൾ എങ്ങനെ പ്രവർത്തിക്കുന്നുവോ ആ പ്രവർത്തിക്കുന്നതിനുള്ള ശക്തി വൈഭവത്തെ ദേവത എന്ന് പറയുന്നു. അപ്പൊ ദേവത എന്ന് പറയുമ്പോൾ മാറി എവിടെയോ നിൽക്കുന്ന ദേവതയാണ് എന്ന് വിചാരിക്കരുത്. അപ്പൊ ഓരോ ഇന്ദ്രിയത്തിനും, 5 ജ്ഞാനേന്ദ്രിയത്തിനും 5 കർമ്മേന്ദ്രിയത്തിനും ഓരോ ദേവതമാരെ, മനസ്സിനും ബുദ്ധിക്കും ഒക്കെ ഓരോ ദേവതമാരെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ദേവത എന്ന് പറഞ്ഞാല് ഓരോ ഇന്ദ്രിയവും അതിന്റെ വിഷയത്തിന് കാരണഭൂതമായിരിക്കുന്ന ശക്തി വൈഭവവും ദേവതയും ആണ് ഇതിനകത്ത് വിവരിക്കുന്നത്. അപ്പൊ ആ ദേവതയാണ് ശക്തി വൈഭവം എന്ന് പറയുന്നത്. ഓരോ ഇന്ദ്രിയം. ശ്രോത്രസ്യ ദിക് ദേവത, കാതിന്റെ ദേവത ദിക്കാണ് എന്ന് പറയുമ്പോൾ കാതിന്റെ സൂക്ഷ്മ ശക്തി സ്പന്ദനം ആകാശമാണ്, സൂക്ഷ്മ തന്മാത്ര ആകാശമാണ്, അത് ശബ്ദമാണ്. ആ ആകാശത്തിന്റെ സൂക്ഷ്മ തന്മാത്ര ശബ്ദമായത് കൊണ്ട് തന്നെയാണ് അത് ആകാശം ദിക്ക് ദേവതയായിരിക്കുന്നത്. ത്വചോ വായു, ചക്ഷുഷ സൂര്യ, രസനായ വരുണ, ക്രാണസ്യ അശ്വിനൗ ഇതി ജ്ഞാനേന്ദ്രിയ ദേവത. അതിന്റെ ശക്തി ഏതെന്നാണോ ആ ശക്തിയെ ദേവതയാണ്. ശ്രോത്രത്തിന്റെ വിഷയം ശബ്ദഗ്രഹണം, ത്വക്കിന്റെ സ്പർശഗ്രഹണം, ചക്ഷുസ് രൂപഗ്രഹണം, രസന രസഗ്രഹണം, ക്രാണസ്യ ഗന്ധഗ്രഹണം. വാക്കിന്റെ ദേവത വന്യാണ്, അഗ്നിയാണ്. കൈയുടെ ഇന്ദ്രനാണ്. പാദത്തിന്റെ വിഷ്ണുവാണ്. പായോർ മൃത്യുഹു ഉപസ്ഥ പ്രജാപതി ഇതി കർമ്മേന്ദ്രിയ ദേവത. വാക്കിന്റെ വിഷയം ഭാഷണമാണ്. പാണിയുടെ വിഷയം വസ്തുഗ്രഹണമാണ്. പാദത്തിന്റെ വിഷയം ഗമനമാണ്. അതുപോലെ പായു ഉപസ്ഥ, ഇതിന്റെ എല്ലാം വിഷയഗ്രഹണം നമ്മൾ എല്ലാവർക്കും അറിയുന്നതുമാണ്, വിശദീകരിച്ചതുമാണ്. അപ്പോ സ്ഥൂല ശരീരം പറഞ്ഞു, സൂക്ഷ്മ ശരീരം പറഞ്ഞു, സൂക്ഷ്മ ശരീരത്തിന്റെ 17 ഘടകങ്ങളും പറഞ്ഞു. ഇനിയുള്ളത് കാരണശരീരം. കാരണശരീരം എന്ന് പറഞ്ഞാല് അനിർവാച്യ അനാദി അവിദ്യ രൂപം. ഇതിന്റെ രൂപം എന്താണ്? അനാദിയായിരിക്കുന്ന അവിദ്യയാണ്. കാരണശരീരം അനാദിയായിരിക്കുന്ന അവിദ്യയാണ്. അതിനെ നിർവചിക്കാൻ പറ്റില്ല. ശരീരദ്വയസ്യ കാരണമാത്രം. സ്ഥൂല ശരീരത്തിനും സൂക്ഷ്മ ശരീരത്തിനും കാരണമായിരിക്കുന്നത് കൊണ്ടാണ് ഇതിനെ കാരണശരീരം എന്ന് പറയുന്നത്. ഇതിന്റെ രീതി എന്താണ്? ഇതിന്റെ സ്വരൂപം എന്താണെന്ന് ചോദിച്ചാല് സത്സ്വരൂപ അജ്ഞാനം. നമ്മളുടെ ശരിയായ സ്വരൂപത്തെ മറയ്ക്കുക എന്നുള്ള അജ്ഞാന പ്രക്രിയയാണ് ഈ കാരണശരീരം ചെയ്യുന്നത്. അതായത് ആവരണ മറ
സൃഷ്ടിക്കുന്നത് ഈ കാരണശരീരമാണ്, മൂല അജ്ഞാനമാണ്, അവിദ്യാ സ്വരൂപമാണ്, സ്ഥൂല സൂക്ഷ്മ ശരീരത്തിന് കാരണഹേതുവായിരിക്കുന്നതാണ്. ഇത് നിർവികൽപ സ്വരൂപമാണ്, എന്നാൽ അത് അജ്ഞാനവും. സാധാരണ ജ്ഞാനസ്വരൂപമാണ് നിർവികൽപ്പം. ഇവിടെ അജ്ഞാന രൂപത്തിലിരിക്കുന്ന, അവിടെ വിഷയഗ്രഹണമില്ല. നിദ്രയില് വിഷയഗ്രഹണം ഇല്ലാത്തത് കൊണ്ട് അതിനെ കാരണശരീരം എന്ന് പറയും. സ്ഥൂല ശരീരം, സൂക്ഷ്മ ശരീരം, കാരണശരീരം. ഇനി അപ്പോഴ് അവസ്ഥാത്രയ സാക്ഷി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഈ ആത്മാവ് അവസ്ഥാത്രയ സാക്ഷിയാണ്. അപ്പൊ അവസ്ഥാത്രയം കിം? ജാഗ്രത, സ്വപ്ന, സുഷുപ്തി അവസ്ഥാഹ. 3 അവസ്ഥകളാവുള്ള. അപ്പൊ ജാഗ്രത അവസ്ഥ എന്ന് പറഞ്ഞാൽ എന്താണ്? ശ്രോത്രാദി ജ്ഞാനേന്ദ്രിയൈ ശബ്ദാദി വിഷയൈശ്ച ജ്ഞായതേ ഇതി യത് സാ ജാഗ്രത അവസ്ഥ. ശബ്ദാദി വിഷയങ്ങളെ ഉണർന്നിരുന്നു കൊണ്ട് ഗ്രഹിക്കുന്ന അവസ്ഥയാണ് ജാഗ്രത. ജാഗ്രത എന്ന് പറഞ്ഞാൽ ഉണർന്നിരുന്നു കൊണ്ട് വിഷയാനുഭവം നടത്തുന്നു. ആ വിഷയാനുഭവത്തില് ഈ സ്ഥൂല ശരീരത്തിൽ അഭിമാനിച്ചുകൊണ്ട് ഞാനെന്ന് നിൽക്കുന്ന ആ ജീവനെ, ആ ആത്മാവിനെ നമ്മൾ വിശ്വൻ എന്ന് വിളിക്കും. സ്ഥൂല ശരീര അഭിമാനി ആത്മാ വിശ്വ ഇതി ഉച്യതേ. വിശ്വൻ എന്ന് പറയും. എന്നാൽ സ്വപ്നാവസ്ഥ കേതി ചേത്? സ്വപ്നാവസ്ഥ എന്ന് പറഞ്ഞാല് ജാഗ്രത അവസ്ഥായാം യത് ദൃഷ്ടം യത് ശ്രുതം തത് ജനിത വാസനയാ. ജാഗ്രത അവസ്ഥയിൽ ഏതൊന്ന് കണ്ടുവോ, ഏതൊന്ന് കേട്ടുവോ, ആ അനുഭവങ്ങളിൽ നിന്നും ഉത്പന്നമായിരിക്കുന്ന വാസനയില് നിദ്രാസമയത്ത് ഏതൊരു പ്രപഞ്ചമാണോ ഉള്ളിൽ പ്രതീതമായി അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്, ആ സൂക്ഷ്മ ശരീര അഭിമാനിയായിട്ടൊരു ജീവൻ അവിടെയുണ്ട്. അതാണ് സൂക്ഷ്മ ശരീരത്തില് അനുഭവിക്കുന്ന സ്വപ്ന അവസ്ഥ എന്ന് പറയുന്നത്. അതായത് ഇന്ദ്രിയങ്ങൾ പുറത്തേക്ക് വരുന്നില്ല. ഉറങ്ങാൻ കിടക്കുമ്പോൾ അന്തരിന്ദ്രിയങ്ങൾ ഉള്ളിൽ തന്നെ സ്പന്ദിച്ച് അനുഭവിക്കുന്നതാണ് സ്വപ്നാവസ്ഥ. അത് ബഹിർഗമിക്കുന്നില്ല. അപ്പൊ ഈ സ്വപ്നാവസ്ഥയിലിരിക്കുന്ന സൂക്ഷ്മ ശരീരാഭിമാനി ആത്മയെ എന്ത് പറയും? തൈജസൻ എന്ന് പറയും. അപ്പൊ ജാഗ്രത അവസ്ഥയിൽ വിശ്വൻ എന്ന് പറയുന്നുവെങ്കിൽ സ്വപ്നാവസ്ഥയില് തൈജസൻ എന്ന് പറയും. തൈജസൻ എന്ന് പറഞ്ഞാൽ തേജസ്സോട് കൂടിയിരിക്കുന്നവൻ. നിങ്ങൾക്കറിയാം, സ്വപ്നത്തില് വീട് കണ്ടാലും, കാറ് കണ്ടാലും, റോഡ് കണ്ടാലും, മരം കണ്ടാലും, മല കണ്ടാലും, മാനിനെ കണ്ടാലും, മീനിനെ കണ്ടാലും, മയിലിനെ കണ്ടാലും, ഏതിനെ കണ്ടാലും എല്ലാം പ്രകാശം മാത്രമേ ഉള്ളൂ, തേജസ് മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് ആ ജീവാത്മാവിനെ തൈജസൻ എന്ന് പറയും. അപ്പോഴ് സ്വപ്നാവസ്ഥ തൈജസൻ മനസ്സിലാവും. ഇനി സുഷുപ്തി അവസ്ഥ. അതഹ സുഷുപ്തി അവസ്ഥ അഹം കിമപി ന ജാനാമി. ഞാൻ ഒന്നും അറിയുന്നില്ല. സുഖേന മയാ നിദ്ര അനുഭൂയതേ. എന്നാൽ നിദ്ര സുഖമായി അനുഭവിക്കപ്പെട്ടു എന്നറിയുന്ന ആ അവസ്ഥയെ സുഷുപ്തി. ഞാൻ ഒന്നും അറിഞ്ഞില്ല, സുഖമായി ഉറങ്ങി. അതിനെ സുഷുപ്തി അഥവാ നിദ്ര എന്ന് പറയുന്നു. ഈ കാരണ ശരീരത്തിൽ അനുഭവിച്ചുകൊണ്ട് ഞാൻ സുഖമായി ഉറങ്ങി എന്ന ആത്മാവിനെ പ്രാജ്ഞൻ എന്ന് പറയുന്നു. പ്രാജ്ഞൻ എന്ന് പറഞ്ഞാല് ഇവിടെ ഈ ജീവി എന്തുകൊണ്ടാണ് കാരണ ശരീര അഭിമാനിയായിട്ട് പ്രജ്ഞാനത്തെ അറിയാതെ, പ്രജ്ഞയെ അറിയാതെ ഇരിക്കുന്ന അജ്ഞാന അവസ്ഥയിൽ ഇരിക്കുന്നത് കൊണ്ട് അതിനെ പ്രാജ്ഞൻ എന്ന് പറയുന്നു. പ്രകർഷേണയുള്ള ജ്ഞാനം നഷ്ടമായ ആ അവസ്ഥയാണ് പ്രാജ്ഞൻ എന്ന് പറയുന്നത്. അങ്ങനെ 3 അവസ്ഥാത്രയ അതീതം. ഈ 3 അവസ്ഥയും ആത്മാവല്ല. ജാഗ്രതും സ്വപ്നവും സുഷുപ്തിയും ആത്മാനുഭവം അല്ല എന്ന് കൃത്യമായിട്ട് അറിഞ്ഞു. പിന്നെയോ പഞ്ചകോശ അതീത സൻ എന്നാണ് പറഞ്ഞത്. അപ്പൊ പഞ്ചകോശാഹേ, പഞ്ചകോശങ്ങൾ ഏതൊക്കെയാണ്? അന്നമയ, പ്രാണമയ, മനോമയ, വിജ്ഞാനമയ, ആനന്ദമയ കോശ. അപ്പൊ അന്നമയം എന്താണ്? ഈ അന്നമയം എന്ന് പറഞ്ഞാൽ നമുക്ക് കാണാൻ കഴിയുന്ന തടിച്ചു കൊഴുത്തിരിക്കുന്ന ഈ സ്ഥൂല ശരീരമാണ്. അന്നരസേനൈവ ഭൂത്വ അന്നരസേനൈവ വൃദ്ധിം പ്രാപ്യ അന്നരൂപ പൃഥിവ്യാം യത് വിലീയതേ തത് അന്നമയഃ. അപ്പം അത് സ്ഥൂല ശരീരമാണ്. യാതൊന്നാണോ അന്നരസത്താൽ ഉണ്ടായി, അന്നരസത്താൽ വൃത്തിയെ പ്രാപിച്ച്, അന്നരസത്താൽ നിലനിന്ന് അന്നത്തിൽ തന്നെ അന്നരൂപമായിരിക്കുന്ന പൃഥ്വിയിൽ വിലയം പ്രാപിക്കുന്നത് പൃഥിവ്യാം യത് വിലീയതേ തത് അന്നമയ. അപ്പൊ അന്നമയ കോശം എന്താണെന്ന് മനസ്സിലായി. ഇതൊക്കെ നമ്മൾ വളരെ വിശദമായിട്ട് പറഞ്ഞതാണ്. ഫുഡ് ഷീത്ത്, വൈറ്റൽ ഷീത്ത് ഒക്കെ. പ്രാണമയ അത് പ്രാണാദ്യ പഞ്ചവായവ, അതായത്
ഏതൊക്കെ പ്രാണമയ കോശത്തിൽ വരും? 5 കർമ്മേന്ദ്രിയങ്ങളും 5 പ്രാണന്മാരും. പ്രാണ, അപാന, വ്യാന, ഉദാന, സമാന. ആ 5 പ്രാണന്മാരും 5 കർമ്മേന്ദ്രിയങ്ങളും, വാക്പാണി, പാദം, പായു, ഉപസ്ഥം. ഇതെത്രയാണ് പ്രാണമയ കോശം. മനോമയ കോശം അഥവാ മെന്റൽ ഷീത്ത് എന്ന് പറഞ്ഞാല് മനശ്ച ജ്ഞാനേന്ദ്രിയ പഞ്ചകം മിലിത്വ. അപ്പോ മനസ്സും 5 ജ്ഞാനേന്ദ്രിയങ്ങളും ചേരുന്നതാണ് എന്ത്? മനോമയ കോശം. കർമ്മേന്ദ്രിയങ്ങളും പഞ്ചപ്രാണങ്ങളും ചേരുന്നതാണ് പ്രാണമയ കോശമെങ്കിൽ മനസ്സും ജ്ഞാനേന്ദ്രിയങ്ങളും ചേരുന്നത് മനോമയ കോശവും, വിജ്ഞാനമയ കോശം ബുദ്ധിയും ജ്ഞാനേന്ദ്രിയങ്ങളും ചേരുന്നത് അത് വിജ്ഞാനമയ കോശം. എന്നാൽ ആനന്ദമയ കോശം എന്ന് പറയുന്നത് കാരണശരീരഭൂത അവിദ്യാസ്ത മലിനസത്വം, അതായത് മൂല അവിദ്യയാണ്. ഇവിടെ കാരണ ശരീരസ്ഥിതമായിരിക്കുന്ന മൂല അവിദ്യയാണ്. എന്നാൽ അവിടെ ആനന്ദവും ഉള്ളത് കൊണ്ട് പ്രിയാതി വൃത്തി സഹിതം അത് ആനന്ദമയ കോശമായിട്ട് ഇരിക്കുന്നു. അതുകൊണ്ട് നിദ്രയിൽ ഇരിക്കുന്ന അല്ലെങ്കിൽ ആ ആനന്ദത്തെ ലഭ്യമാക്കുന്ന ആവരണ ഭാവവും ആനന്ദമയ കോശമാണ്. ഈ പഞ്ചകോശങ്ങളും ആത്മാവ് അല്ല. അപ്പൊ ആത്മാവ് എന്താണ് എന്നും കൃത്യമായിട്ട് മനസ്സിലാക്കുന്നതിന് വീണ്ടും ഒന്നുകൂടി പറയുകയാണ്. നമ്മളോട് തുടക്കത്തിൽ പറഞ്ഞു, നിങ്ങൾക്ക് അറിയാപ്പോ. അതിന് പിന്നെ എന്താണ്? പഞ്ചകോശ അതീതം, പഞ്ചകോശങ്ങൾക്ക് അതീതമാണ് എന്ന് പറഞ്ഞാല് മദീയം ശരീര, മദീയ പ്രാണ, മദീയം മനശ്ച, മദീയ ബുദ്ധി, മദീയം ജ്ഞാനമിതി സ്വേനൈവ ജായതേ തദ്യഥാ മദീയത്വേന ജ്ഞാതം കടക കുണ്ടല ഗൃഹാദികം സ്വസ്മാത് ഭിന്നം തഥാ പഞ്ചകോശാദികം സ്വസ്മാത് ഭിന്നം മദീയത്വേന ജ്ഞാതം ആത്മാ ന ഭവതി എന്ന് പറഞ്ഞാല് എങ്ങനെയാണോ വള, കമ്മൽ, മാല, വീട് ഇവയൊക്കെ എന്നിൽ നിന്ന് ഭിന്നമായിരിക്കുന്നത് അതുപോലെ എന്റേതൊന്നും ഞാനല്ല. എന്റേത് എന്ന് വ്യവഹരിക്കുന്നത് ഒന്നും ഞാനല്ല. എന്റെ ശരീരം ഞാനല്ല, എന്റെ പ്രാണൻ ഞാനല്ല, എന്റെ മനസ്സ്, എന്റെ ചിന്ത ഞാനല്ല, എന്റെ വികാരം ഞാനല്ല, എന്റെ ഭാവന ഞാനല്ല, എന്റെ ബുദ്ധി ഞാനല്ല, എന്റെ ആശയം ഞാനല്ല, എന്റെ അറിവ് ഞാനല്ല. ഒറ്റയ്ക്കിരുന്നത് ഇങ്ങനെ പറഞ്ഞു കേട്ട് പോകാൻ പറ്റുന്നതല്ല. പറയുന്നത് പോലും അവധാനപൂർവം പറയണം. പക്ഷെ ഇതൊന്ന് ഇതൊന്ന് റിവിഷൻ എടുക്കാമെന്ന് വിചാരിച്ച് ഇത്ര സ്പീഡിൽ പോയത്. പക്ഷെ തീർക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. എന്തായാലും എന്റെ അറിവ് ഞാനല്ല, എന്റെ ആശയം ഞാനല്ല. ഒരു മന്ത്രം പോലെ ഈ മന്ത്രത്തെ, ഈ പ്രകരണ ഭാഗത്തെ ആവർത്തിച്ച് നിധിധ്യാസം ചെയ്യേണ്ടതാണ്. അപ്പോഴാണ് ആദിശങ്കര ഭഗവത്പാദർ പറഞ്ഞ മനോബുദ്ധി അഹങ്കാര ചിത്താനി നാഹം നജശ്രോത്ര ജിഹ്വേ നജഘ്രാണ നേത്രേ നജവ്യോമ ഭൂമിർ ന തേജോ ന വായു ചിദാനന്ദ രൂപ ശിവോഹം ശിവോഹം. അപ്പൊ ഇങ്ങനെയൊക്കെയാണെങ്കില് ആത്മാതർഹിക, അപ്പൊ ആത്മാവ് എന്താണ് എന്ന് ഉടനെ ചോദ്യം വരും. സച്ചിദാനന്ദ സ്വരൂപ ആത്മാ സത്താണ്, എപ്പോഴും ഉണ്ട് ഉണ്ട് ഉണ്ട്. ഞാനില്ല എന്ന അനുഭവം ആർക്കെങ്കിലും എപ്പോഴെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? ജാഗ്രതയിൽ ഉണ്ടായിട്ടുണ്ടോ? സ്വപ്നത്തിൽ ഉണ്ടായിട്ടുണ്ടോ? സുഷുപ്തിയിൽ ഉണ്ടായിട്ടുണ്ടോ? സ്ഥൂല സൂക്ഷ്മ കാരണ ശരീരം ഏതെങ്കിലും അനുഭവത്തിൽ ഇല്ലാതായിട്ടുണ്ടോ? നിദ്രയിലുണ്ടായിരുന്നു, ജാഗ്രതയിലുണ്ടായിരുന്നു, സ്വപ്നത്തിലുണ്ടായിരുന്നു. ബാല്യത്തിലും കൗമാരത്തിലും യൗവനത്തിലും വാർദ്ധക്യത്തിലും ശരീരത്തിന്റെ പരിണാമങ്ങൾ എല്ലാം നടക്കുമ്പോഴും എനിക്ക് യാതൊരു മാറ്റവും ഇല്ല. അപ്പൊ ഞാൻ അങ്ങനെ പൂർണ്ണനായിട്ടുണ്ട്. ഞാൻ എപ്പോഴും ഉണ്ട്. ആ ഞാനിനെ ഇന്നേ വരെ ശ്രദ്ധിച്ചിട്ടില്ല. എല്ലാരും കൊണ്ട് എല്ലാം അറിയും, ഞാനിനെ മാത്രം അറിയില്ല. അറിയുന്നത് എന്റേതുകളെയാണെന്ന് തിരിച്ചറിയുന്നില്ല. അപ്പം ആ സത്ത് എന്ന് പറയുന്നത് ഞാനെന്ന് ഉണ്മയാണ്. സത്യം കാലത്രയേപി തിഷ്ഠതീതി സത്. ഭൂതകാലത്തിലും ഭാവി കാലത്തിലും വർത്തമാനകാലത്തിലും നിരന്തരം നിലനിൽക്കുന്ന ഉണ്മ എന്ന് പറഞ്ഞാൽ കാലപരിധിയിൽ പെടാത്തതേതോ കാലാതീതമായതേതോ അതാണ് സത്ത് എന്ന് പറയുന്നത്. ചിത്യം ജ്ഞാനസ്വരൂപ, ജ്ഞാനസ്വരൂപം, പ്രകാശസ്വരൂപം.
ചിത്ത് എന്ന് പറഞ്ഞാൽ നിരുപാധിക പ്രകാശം, ഒന്നിനെയും ആശ്രയിക്കാതെ നിൽക്കുന്ന ഉണ്മ നിരുപാധിക പ്രകാശമാണ്. അതാണ് ചിത്ത്. ആ നിരുപാധിക സ്വരൂപമായിരിക്കുന്ന, നിരാശ്രയമായിരിക്കുന്ന, നിർമ്മലമായിരിക്കുന്ന, നിർവികൽപമായിരിക്കുന്ന ചിത് പ്രകാശം ഉണ്മയാണ്. അത് ആനന്ദമാണ്. ത്വം ഹി സച്ചിദാനന്ദ, അത് സച്ചിദാനന്ദമാണ്. ഏവം സച്ചിദാനന്ദ സ്വരൂപം സ്വാത്മാനം വിജാനീയാൻ. ആചാര്യ ഭഗവത് പാദരുടെ അനുഗ്രഹം ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇങ്ങനെയുള്ള സച്ചിദാനന്ദ സ്വരൂപത്തെ, ആ ആത്മാവാണ്, നീയാണ് എന്ന് തിരിച്ചറിയൂ. ത്വം ഹി ആത്മാ, അതാണ് എന്ന് തിരിച്ചറിയൂ. അപ്പോഴ് വീണ്ടും ഒരു സംശയം വരും. അപ്പൊ ഈ ജീവന്, ഈശ്വരന്, ജഗത്ത് എന്നിങ്ങനെ 3 ഭാഗങ്ങളുണ്ടല്ലോ. ഈ ഈശ്വരൻ, ജഗത്ത്, ജീവൻ. അപ്പൊ അതിനു വേണ്ടിയിട്ട് ഇത് മൂന്നിനെയും വിവരിക്കുന്നതിനുള്ള ശ്രമമാണ് 3ാമത്തെ പ്രകരണ ഭാഗത്തില് ശ്രീശങ്കര ഭഗവത് പാദർ നടത്തിയിരിക്കുന്നത്. ജഗത് സൃഷ്ടി എന്ന് പറയുന്നു. ജഗത് സൃഷ്ടിയില് ചതുർവിംശതി തത്വോത്പത്തി പ്രകാരം വക്ഷ്യാമഹ. ആ ചതുർവിംശതി തത്വോത്പത്തിയാണ് പറയുന്നത്. ബ്രഹ്മാശ്രയ സത്വരജസ്തമോ ഗുണാത്മിക മായ അസ്തി. മായ എന്ന് പറഞ്ഞ എന്താണ്? ബ്രഹ്മത്തെ ആശ്രയിച്ച് നിൽക്കുന്ന സത്വം, രജസ്, തമസ് എന്നീ 3 ഗുണങ്ങളോട് കൂടിയതാണ് മായ എന്ന് പറയുന്നത്. അപ്പൊ ബ്രഹ്മത്തെ ആശ്രയിച്ച് എന്തെങ്കിലും നിൽക്കുമോ എന്ന് ചോദിച്ചാല്, മരുഭൂമിയെ ആശ്രയിച്ച് നിലനിൽക്കുന്ന കാനൽ ജലം പോലെ. കാനൽ ജലം ഉണ്ടോ എന്ന് ചോദിച്ചാൽ അങ്ങനെ ഇല്ല. ഇവിടെയാണ് മായയെ മനസ്സിലാക്കേണ്ടത്. ആ സത്വ രജസ് തമോ ഗുണാത്മകമായിരിക്കുന്ന മായയെ പറ്റിയാണ് പറയാൻ പോകുന്നത്. അപ്പൊ അവിടെ പഞ്ചഭൂതങ്ങൾ ഞങ്ങൾ കാണുന്നുണ്ടല്ലോ. ഈ പഞ്ചഭൂതങ്ങൾ എന്താണ്? ആകാശത്തിൽ നിന്ന് വായു, വായുവിൽ നിന്ന് അഗ്നി, അഗ്നിയിൽ നിന്ന് ജലം, ജലത്തിൽ നിന്ന് പൃഥ്വി, ഇങ്ങനെ ഉണ്ടായിരിക്കും. അങ്ങനെയാണെങ്കിൽ ഈ ജ്ഞാനേന്ദ്രിയങ്ങൾ എങ്ങനെയാണ് ഉണ്ടായിരിക്കുന്നത്? ഏതേഷാം പഞ്ചതത്വാനാം മധ്യേ ആകാശസ്യ സാത്വികാംശാത് ശ്രോത്രേന്ദ്രിയം സംഭൂതം. അതായത് ഈ പഞ്ചഭൂതങ്ങളുടെ സാത്വിക അംശത്തിൽ നിന്നും ജ്ഞാനേന്ദ്രിയങ്ങൾ ഉണ്ടായിരിക്കുന്നു. അതായത് പൃഥ്വി തേജോ വായു ആകാശങ്ങളുടെ ശബ്ദസ്പർശ രൂപരസഗന്ധാദികളായിരിക്കുന്ന സൂക്ഷ്മ തന്മാത്രകളുടെ ഇന്ദ്രിയ ഭാഗങ്ങളായിരിക്കുന്ന ചെവി, ത്വക്ക്, കണ്ണ്, നാവ്, മൂക്ക് എന്നിവ പഞ്ചഭൂതങ്ങളുടെ സാത്വിക അംശത്തിൽ നിന്നാണ് ഉണ്ടായിരിക്കുന്നത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ അന്ധക്കരണം എന്താണ്? അന്ധക്കരണം എങ്ങനെയാണ് ഉണ്ടായിരിക്കുന്നതെന്ന് ചോദിച്ചാൽ അതും സാത്വിക അംശത്തിൽ നിന്നാണ് ഉണ്ടായിരിക്കുന്നത്. ഈ പഞ്ചഭൂതങ്ങളുടെ സമഷ്ടി, അതിന്റെ അഗ്രിഗേറ്റ് ഫോം എന്ന് പറയാം, അതെല്ലാം കൂടെ ചേർന്നിരിക്കുന്നു. ഏതേഷാം പഞ്ചതത്വാനാം സമഷ്ടി സാത്വിക അംശാത് മനോബുദ്ധി അഹങ്കാര ചിത്ത അന്ധക്കരണാനി സംഭൂതാനി. അന്ധക്കരണം ഏതൊക്കെയാണ്? മനസ്സ്, ബുദ്ധി, അഹങ്കാരം, ചിത്തം. ഇത് 4ഉം അതിന്റെ സാത്വിക ഗുണത്തിന്റെ സമഷ്ടി ഭാവത്തിൽ നിന്നാണ് ഉണ്ടായിരിക്കുന്നത്. അപ്പൊ ജ്ഞാനേന്ദ്രിയങ്ങളുടെ സമഷ്ടി ഭാവമാണ് മനസ്സ് എന്നും അതിന്റെ ചേർന്നിരിക്കുന്ന ഭാവങ്ങളാണ് അന്ധക്കരണമെന്നും നിങ്ങൾക്കറിയാം. മനസ്സ് എന്താണ്? സങ്കല്പ വികല്പാത്മകം മനഃ. സംശയാത്മകമായിട്ട് അതാണോ ഇതാണോ എന്ന് ചിന്തിച്ചിരിക്കുന്ന, ഉണ്ടോ ഇല്ലയോ എന്നുള്ള സംശയാത്മകമായ ആ ആത്മശക്തി വൈഭവത്തെ മനസ്സെന്ന് പറയും. നിശ്ചയാത്മിക ബുദ്ധി, അപ്പോൾ നിശ്ചയിക്കുന്ന ഭാവത്തിൽ വരും. അല്ല, ഇത് ഇന്നതാണ്, ഇത് മൊബൈലാണ്, ഇത് കസേരയാണ്, ഇത് എന്താണെന്നുള്ള രൂപത്തെ മനസ്സൊപ്പിയെടുത്തുകൊണ്ട് ഉണ്ട് ഇല്ല എന്ന ഭാവത്തെ നിശ്ചയിക്കുമ്പോൾ, സംശയാത്മകമായിട്ട് നിലനിർത്തുമ്പോൾ ഇതിനെ ഇന്നത് എന്ന് നിശ്ചയിക്കുന്നത് നിശ്ചയാത്മിക ബുദ്ധി. അഹം കർത്ത അഹങ്കാരക, ഞാൻ എന്ന് ചേർന്ന് ഇതിനോട് കൂടി നിൽക്കുന്ന ആ അഹം ഭാവത്തെ, ജീവൻ ഭാവത്തെ, ഞാൻ അനുഭവിക്കുന്നു എന്ന ഭാവത്തെ, അനുഭവിയായി നിൽക്കുന്ന കർത്തൃത്വ ഭാവത്തെ അഹം കർത്ത അഹങ്കാരക. പിന്നെ ചിത്തം എന്ന് പറയുന്നു, ചിന്തന കർത്തൃ ചിത്തം. അതായത് ചിന്തിക്കുന്ന പ്രവൃത്തി ചിത്തത്തിൽ നിന്നാണ് ഉണ്ടാകുന്നത്. ഓരോ ചിത്തവൃത്തികളും ഉദയമാകുന്നത് ചിത്തത്തിൽ നിന്നാണ്. അതുപോലെ ഇന്ദ്രിയങ്ങളുടെ ദേവതകൾ എന്ന് പറഞ്ഞാൽ ഈ ഓരോ ഇന്ദ്രിയങ്ങളുടെയും പ്രവർത്തനത്തിന് കാരണഭൂതമായിരിക്കുന്ന ആ പ്രകാശത്തെ ദേവത എന്നറിയണം. മനസ്സിന്റെ ദേവത ചന്ദ്രമ, ബുദ്ധിയുടെ ദേവത ബ്രഹ്മ, അഹങ്കാരത്തിന്റെ രുദ്രൻ, ചിത്തത്തിന്റെ വാസുദേവൻ. ഇത് വളരെ ഗംഭീരമായിട്ട് നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ളതാണ്. അങ്ങനെ
ജ്ഞാനേന്ദ്രിയങ്ങൾ കഴിയുമ്പോൾ കർമ്മേന്ദ്രിയങ്ങളുടെ ഉൽപ്പത്തി ഏതേശാം പഞ്ചതത്വാനാം മധ്യേ ആകാശസ്യ രാജസാംശാത്. സാത്വികാംശത്തിൽ നിന്ന് ജ്ഞാനേന്ദ്രിയങ്ങൾ ഉണ്ടായെങ്കിൽ രാജസാംശത്തിൽ നിന്ന് വാക്ക്, പാണി, പാദം, വായു, ഉപസ്ഥ എന്ന് രജോ രാഗാത്മകം വിധി. ഇതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നതാണ്. എന്നിട്ടോ ഈ സമഷ്ടി രാജസാംശത്തിൽ നിന്ന് പഞ്ചപ്രാണങ്ങളും ഉണ്ടായിരിക്കും. വളരെ ചേർത്തിണക്കി ഈ പഞ്ചകോശങ്ങളെയും അതുപോലെ തന്നെ പഞ്ചേന്ദ്രിയങ്ങളെയും പഞ്ചഭൂതങ്ങളെയും ജ്ഞാനേന്ദ്രിയങ്ങളെയും കർമ്മേന്ദ്രിയങ്ങളെയും എല്ലാം ചേർത്ത് വെച്ച് വളരെ ഗംഭീരമായിട്ട് വിശകലനം ചെയ്യുന്ന സാധകനെ സംബന്ധിച്ച് ഇതിലങ്ങ് ഒരു സംശയവും ഉണ്ടാവുകയില്ല. എന്നിട്ടാണ് പഞ്ചീകരണ പ്രക്രിയ എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ സ്ഥൂല ശരീരത്തിൽ ഈ കട്ടിപിടിച്ച ഈ ത്വക്ക്, മാംസം ഇതെല്ലാം ചേർന്ന പഞ്ചഭൂതങ്ങൾ എങ്ങനെയുണ്ടായിരിക്കുന്നു? ഈ സ്ഥൂല വസ്തുക്കളും സ്ഥൂല ദൃശ്യങ്ങളും ഒക്കെ എങ്ങനെയാണ് ഈ പഞ്ചീകരണം സംഭവിച്ചിരിക്കുന്നത്? സ്ഥൂല ശരീരത്തിന്റെ ഈ ഘടന എങ്ങനെ ഉണ്ടായിരിക്കുന്നു എന്ന് ചോദിച്ചാൽ അതും ഒക്കെ ഗംഭീരമായിട്ട് പറയുന്നുണ്ട്. നിങ്ങൾക്കറിയാം പഞ്ചീകരണം നമ്മള് വിശദീകരിച്ചതാണ്. പഞ്ചീകരണത്തില് ഓരോ പഞ്ചഭൂതത്തെയും നേർ പകുതിയായി ഭാഗിച്ചതിന് ശേഷം ഓരോ ഭാഗം മാറ്റിവെച്ചിട്ട് രണ്ടാമത്തെ പകുതിയുടെ 1/4 വീതമായി ഭാഗിച്ചു. അപ്പൊ അത് മൊത്തത്തിന്റെ എത്ര ഭാഗമാകും? 8/1, 12.5. അപ്പൊ അതിലെ ഓരോന്നിന്റെയും ബാക്കി 4 ഭൂതത്തിന്റെയും ഓരോ 12.5 എടുത്ത് ഒരു ഭൂതത്തോട് ചേർക്കുമ്പം ഒരു ഭൂതം പൂർണ്ണമാകും. അതായത് പൃഥ്വിയെ 2ആയിട്ട് പകുത്തതിന് ശേഷം പൃഥ്വിയുടെ ഒരു പകുതിയോടൊപ്പം ജലം, വായു, അപ്പ്, തേജസ്, വായു, ആകാശം, ജലം, അഗ്നി, വായു, ആകാശം ഇവയുടെ ഓരോന്നിന്റെയും 8/1 അതായത് 12.5% വീതം 4/1 വീതം വീണ്ടും കൊണ്ടുവന്ന് ചേർത്ത് വെക്കുമ്പോൾ ആ ഭൂതം പൂർണ്ണമാകും. അങ്ങനെയാണ് പഞ്ചീകരണ പ്രക്രിയ നടക്കുന്നതെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഏതേപ്യ പഞ്ചീകൃത പഞ്ചമഹാഭൂതേപ്യ സ്ഥൂല ശരീരം ഭവതി. ഇങ്ങനെയാണ് സ്ഥൂല ശരീരം ഉണ്ടായിരിക്കുന്നത്. അപ്പൊ അതാണ് പിണ്ടാണ്ഡം എന്ന് പറയുന്നത്. പിണ്ടാണ്ഡ ബ്രഹ്മാണ്ടയോർ ഐക്യം സംഭൂതം. അങ്ങനെ പിണ്ടാണ്ഡ ബ്രഹ്മാണ്ഡ ഐക്യം. ബ്രഹ്മാണ്ഡം എന്ന് പറഞ്ഞാല് അതിന്റെ തന്നെ ഭാഗം എന്ന് മനസ്സിലാക്കണം. അതിൽ നിന്ന് വേർതിരിഞ്ഞു നിൽക്കുന്നതൊന്നും അല്ല, അതിന്റെ തന്നെ ഒരു പോർഷൻ എന്ന് മനസ്സിലാക്കണം പിണ്ടാണ്ഡം. 4ാമത്തെ പ്രകരണത്തില് ജീവനും ഈശ്വരനും. ജീവനും ഈശ്വരനും എന്ന് പറഞ്ഞാല് ഇവിടെ ജീവഭാവവും ഈശ്വരഭാവവും തമ്മിലുള്ള വ്യത്യാസം. കാരണം ജീവൻ, ഈശ്വരൻ, ജഗത്ത് എന്ന് ഭേദം ജീവനുണ്ട്. അത് മാറണം. സ്ഥൂല ശരീര അഭിമാനിയായിട്ട് ജീവനാത്മകം ബ്രഹ്മപ്രതിബിംബം ഭവതി സ ഏവ ജീവഃ. അപ്പം ഈ ആത്മാവിന്റെ പ്രതിച്ഛായ അന്ധകരണത്തിൽ ഉണ്ടാകുമ്പോൾ അതിനെയാണ് എന്ത് പറയുന്നത്? ജീവൻ എന്ന് പറയുന്നത് ബ്രഹ്മത്തിന്റെ പ്രതിച്ഛായയാണ്, പ്രതിബിംബമാണ്, ആ ജീവനാണ്. നമ്മൾ പറഞ്ഞതല്ലേ ഇതൊക്കെ, എല്ലാവരും എല്ലാം ഓർക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. അത് ഈശ്വരനെ വേറായിട്ടാണ് ഈ ജീവൻ കാണുന്നത്. ആ ജീവൻ അവിദ്യ ഉപാധി സൻ ആത്മാ ജീവ ഇതി ഉച്യതേ. അവിദ്യയെ ഉപാധിയാക്കിക്കൊണ്ട് അജ്ഞാനത്തെ, അപ്പൊ ഈ മായ വ്യഷ്ടി ശരീരത്തെ കേന്ദ്രീകരിച്ച് നിൽക്കുമ്പോൾ അതിനെ അവിദ്യ എന്ന് പറയും. അപ്പൊ ഈ അവിദ്യയിൽ നിൽക്കുന്ന ആത്മാവിനെ ജീവൻ എന്ന് പറയുമെങ്കിൽ മായയെ ഉപാധിയാക്കി നിൽക്കുന്ന ആത്മചൈതന്യത്തെ ഈശ്വരൻ. മായ സമഷ്ടിയായിരിക്കുന്ന ഗുണ സത്തയാണ് എങ്കിൽ, ഗുണബദ്ധമായിരിക്കുന്ന ഈശ്വര ചൈതന്യമാണ് എങ്കിൽ ജീവൻ അവിദ്യാബദ്ധമായിരിക്കുന്ന ദേഹ അഭിമാനബദ്ധമായിരിക്കുന്ന ഈശ്വര ചൈതന്യമാണ് ജീവൻ എന്ന് പറയുന്നത്. അങ്ങനെ ഈ ഉപാധി ഭേദത്താൽ ജീവ ഈശ്വര ഭേദ ദൃഷ്ടി യാവത് പര്യന്തം തിഷ്ടതി താവത് പര്യന്തം ജന്മ മരണാദി രൂപ സംസാരോ ന നിവർത്തതേ. എത്ര കാലം ഈ ജീവനും ഈശ്വരനും ജഗത്തും വിഭിന്നമാണ് എന്ന് ധരിക്കുന്നുവോ അത്ര കാലം ഒരാൾക്ക് മോക്ഷം ലഭിക്കുകയില്ല, ഒരാൾക്ക് ഈ ശരീരത്തിൽ നിന്ന് മോചനം ലഭിക്കുകയില്ല. എന്ന് പറഞ്ഞാല് ഈ ശരീരത്തിലിരിക്കുന്ന ജീവന്റെ ഗതിയെ പറ്റി ആരും ശ്രദ്ധിക്കാറില്ല. ഈ ശരീരത്തിലിരിക്കുന്ന, നമ്മളെ സ്ഥൂല ശരീരത്തെ പറ്റി പറഞ്ഞ് സൂക്ഷ്മ ശരീരത്തെയും കാരണ ശരീരത്തെയും പറഞ്ഞു. കാരണ ശരീരമാണ് സ്ഥൂല ശരീരത്തിനും സൂക്ഷ്മ ശരീരത്തിനും ഭേദഭൂതമായിരിക്കുന്നത്. അതുകൊണ്ടാണ് അതിനെ കാരണ ശരീരം എന്ന് പറയുന്നത്. സ്ഥൂല ശരീരം കൊഴിഞ്ഞു വീഴുമ്പോൾ
അതായത് നമുക്ക് കാണാൻ കഴിയുന്ന ഈ ജഡദേഹം പോകുന്നതിനെയാണ്, കൊഴിഞ്ഞു വീഴുന്നതിനെയാണ് നമ്മൾ മരണം എന്ന് പറയുന്നത്. ആ സമയത്ത് എങ്ങനെ പുഷ്പത്തിൽ നിന്ന് ഗന്ധം വായുവിലേക്ക് ഉച്ഛ്വസിക്കുന്നുവോ അതുപോലെ ഈ സ്ഥൂല ശരീരത്തിൽ നിന്ന് സൂക്ഷ്മ ശരീരം പുറത്തേക്ക് പോകും. നമ്മൾ പലതവണ പറഞ്ഞിട്ടുണ്ട്, ആ എനർജി ക്യാൻ നെയ്തർ ബി ക്രിയേറ്റഡ് നോ ബി ഡിസ്ട്രോയിഡ് എന്ന്. ആ ഊർജ ശക്തിയാണ്, ഊർജ ശരീരമാണ് പുറത്തേക്ക് പോകുന്നത്. ഇവിടെയുള്ള എന്തിനെ കുറിച്ചും അറിയാമെന്ന് ആരും ധരിക്കേണ്ട, നമുക്ക് അറിയില്ല ഒന്നും എന്ന് പലവരും പറഞ്ഞിട്ടുണ്ട്. 2% കേൾക്കാൻ കഴിയുന്നുള്ളൂ, അതുപോലെ 4% മാത്രമേ കാണാൻ കഴിയുന്നുള്ളൂ, 2, 3, 4% ആകെ ജ്ഞാനേന്ദ്രിയ കർമ്മേന്ദ്രിയ ദ്വാര അറിയാം. 96% ഡാർക്ക് മാറ്റർ ആണ്. കഴിഞ്ഞ കാലം വരെ സൂര്യൻ നിശ്ചലമായി നിൽക്കുന്നു എന്ന് പറഞ്ഞിരുന്ന ശാസ്ത്രം ഇന്ന് പറയുന്നത് ഏകദേശം 20 ലക്ഷം km/h അത് ഓടിക്കൊണ്ടിരിക്കുകയാണ്. അതായത് 220 km/s. ഒരു സെക്കൻഡിൽ ഈ സൂര്യൻ 220 km ഓടുന്നു എന്ന് പറയുമ്പോൾ അതിന്റെ വേഗത ആലോചിച്ച് നോക്കൂ. ഭൂമി ഏതാണ്ട് 1,07,000 km/h. അതിന്റെ സ്വന്തം അച്ചുതണ്ടിൽ 1670. ഇങ്ങനെ കോടാനുകോടി ബ്രഹ്മാണ്ടങ്ങൾ, മില്യൺസ് ആൻഡ് മില്യൺസ് ഓഫ് ഗാലക്സീസ്. നമുക്ക് എന്തറിയാം ഇങ്ങനെ പോകുന്ന അതല വിതല സുതല, നമ്മളിതൊക്കെ പറഞ്ഞിട്ടുണ്ട്. 14 ലോകങ്ങൾ ഒരു ബ്രഹ്മാണ്ടമാണെങ്കിൽ അനേക കോടി ബ്രഹ്മാണ്ടങ്ങളുണ്ട്. അപ്പൊ ഈ പോകുന്ന സൂക്ഷ്മ ശരീരത്തിന്റെ ഗതിയെ പറ്റി എന്തറിയാമെന്നാണെങ്കിൽ ഒന്നും അറിയില്ല എന്ന് നിശ്ചയിച്ചുകൊണ്ട് ഗീതാകാരനെ ഒന്ന് ശ്രദ്ധിക്കണം. ഗീതാകാരൻ പറയുന്നുണ്ട്, ഉത്ക്രാമന്തം സ്ഥിതം വാവി ഭുഞ്ജാനം വാ ഗുണാൻവിതം വിമൂഢാനാനുപശ്യന്തി പശ്യന്തി ജ്ഞാനചക്ഷുഷഃ. 5, 6, 7 പ്രകരണ ഭാഗം നമുക്ക് അടുത്ത ക്ലാസ്സിൽ കേൾക്കാം. കാരണം ഇന്ന് 9 മണിയാകാറായി. അതുകൊണ്ട് നമുക്ക് 5, 6, 7 ഭാഗങ്ങളുടെ ഒരു റിവിഷൻ അടുത്ത ക്ലാസ്സിൽ എടുക്കാം. എന്നിട്ട് നമുക്ക് തുടർന്നുള്ള ഭാഗങ്ങൾ ഏതാണോ ശങ്കരകൃതി എടുക്കേണ്ടത് അതിലെടുക്കാം. അപ്പൊ ഇവിടെ നമുക്ക് മനസ്സിലാക്കേണ്ടത്, ശരീരത്തിൽ ഇരിക്കുന്ന സൂക്ഷ്മ ശരീരത്തെ, ജീവനെ, ആ ജീവൻ ശരീരത്തിൽ ഇരുന്നു കൊണ്ട് ഭുജിക്കുന്നത്, ഇന്ദ്രിയ സുഖാനുഭവങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഉത്ക്രാമന്തം ഈ ശരീരം വിട്ടുപോകുന്നത്, സ്ഥിതം വാപി ഭുഞ്ജാനം വാ ഗുണാന്വിതം ഗുണബദ്ധമായി ഭോഗങ്ങളെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. വിമൂഢാനാനുപശ്യന്തി മൂഢന്മാർ അറിയുന്നില്ല. പശ്യന്തി ജ്ഞാനചക്ഷുഷ ജ്ഞാനികൾക്ക് കൃത്യമായിട്ട് അറിയും. ജ്ഞാനി എന്ന് പറഞ്ഞാല് ഈ പ്രപഞ്ചത്തെ ബ്രഹ്മസ്വരൂപമായിട്ട് കാണുന്നവരെന്ന് പറഞ്ഞാൽ അഹങ്കാരം ഇല്ല. ഞാനാണ് ഇത് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഞാൻ എന്ന കർത്താവ് ഈ ശരീരത്തിൽ ഇരിപ്പുണ്ട് എന്നില്ല. ശരീരത്തെയും വൃക്ഷത്തെ എന്ന പോലെ ഒരു ദൃശ്യമായിട്ട് കാണും, അല്ലെങ്കിൽ ഒരു കസേര എന്ന പോലെ ഒരു ദൃശ്യമായിട്ട് കാണും. ഇതെങ്ങനെ സാധ്യമാകും? ശങ്കര ഭഗവത്പാദർ തുടങ്ങിയിട്ടുള്ള ഇന്ന് വരെയുള്ള സകല സത്യദർശികളായ ഗുരുക്കന്മാരും അഹം കർത്ത അഹം ഭോക്ത ഈ ഭാവം മരുമരീചിക സമാനമായി ദർശിച്ചവരാണ്. മരുമരീചിക എന്ന് പറഞ്ഞാൽ മരുഭൂമിയിൽ കാനൽ ജലം കാണില്ലേ, ആ കാനൽ ജലം പോലാണ് ഈ ഞാനെന്ന ഭാവത്തെ കാണുന്നത്. അങ്ങനെയൊന്നും ഇല്ല. പിന്നെ ഉള്ളത് എന്താണ്? സച്ചിദാനന്ദ സ്വരൂപമായിരിക്കുന്ന ബ്രഹ്മബോധം. ആ ബ്രഹ്മബോധത്തില് വിഹരിക്കുന്നവരാണ്. അങ്ങനെ വിഹരിക്കുന്നവരായതുകൊണ്ട് അതാണ് സത്യം. നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ് സാധന ചതുഷ്ടയ സമ്പത്തി ഉണ്ടായിരിക്കണം. നിത്യമേത് നിത്യവസ്തു ഏകം ബ്രഹ്മ തദ്വ്യതിരിക്തം സർവമനിത്യം അറിയണം. പിന്നെയോ ഇഹ അമുത്ര ഫലഭോഗ വിരാഗ, ഇഹത്തിലും പരത്തിലുമുള്ള സകല സുഖഭോഗങ്ങളിലും വിരാഗത ഉണ്ടാകണം. ഒരാശയം വേണ്ട. അപ്പൊ എങ്ങനെയാ കർമ്മം ചെയ്യുക? കർമ്മം ചെയ്തോളൂ. സ്വധർമാനുഷ്ഠാനം ചെയ്യാൻ പറഞ്ഞിട്ടില്ലേ? കർമ്മത്തിൽ ധർമ്മത്തെ ചേർത്ത് വെക്കണം എന്ന് പറഞ്ഞിട്ടില്ലേ? ശ്രദ്ധ ഉണ്ടായിരിക്കണം എന്ന് പറഞ്ഞിട്ടില്ലേ? ശമം ദമം ഉപരതി ശ്രദ്ധ തിതിക്ഷ സമാധാനം. ചിത്തത്തെ ലാളിക്കാതെ ബുദ്ധിയെ സമ്യക്കായിട്ട് ആ ബ്രഹ്മസത്തയില് സംസ്ഥാപനം ചെയ്യുന്ന ആ ഒരു ആന്തരിക സ്ഥിതി. അപ്പൊ ഈ സാധന ചതുഷ്ടയ സമ്പത്തി തനിക്കുണ്ടോ? ഇല്ലെങ്കിൽ ഇനിയും ഈ ശരീരമൊക്കെ സ്വീകരിച്ച്, അയ്യോ വളരെ ശ്രദ്ധിക്കണം. ഏത് ശരീരം കിട്ടുമെന്ന് ഒരിക്കലും അറിയാൻ പറ്റത്തില്ല. നമ്മൾ അവസാന ഭാഗത്ത് പറഞ്ഞിട്ടുണ്ട് സഞ്ചിത എന്താണെന്ന്. അനേക ജന്മ
കർമ്മ ബീജഭൂത, കോടി ശതകോടി ജന്മ ബീജഭൂതം എന്ന് പറയുന്നത്. അപ്പൊ അത്രയും കർമ്മങ്ങളിൽ ചെയ്തിരിക്കുന്ന സഞ്ചിത വാസനകളുണ്ട്. ജ്ഞാനം വന്നില്ലെങ്കിൽ അത് എരിഞ്ഞു പോകത്തില്ല, ഭസ്മീകരിക്കപ്പെടില്ല, അത് ഇല്ലാതാകില്ല. അപ്പൊ അതിനനുസരിച്ച് കൃമിയുടേതോ മറ്റ് ജീവജാലങ്ങളുടേതോ പ്രാണിവർഗങ്ങളുടേതോ ആയി ശരീരം മതി. അതുകൊണ്ട് ഈ ജന്മത്തിൽ മനുഷ്യജന്മം ദുർലഭമാണ്. ഈ ജന്മത്തിൽ ഇരുന്നു കൊണ്ട് വളരെ ഗംഭീരമായിട്ടൊരു നടനെ പോലെ നാടകമാടാൻ നമുക്ക് കഴിയണം. അതിനാണ് ആചാര്യ ഭഗവത് പാദരുടെ ആ അളക്കാനാവാത്ത ദയാവൃഷ്ടി നമ്മളിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അത് തിരിച്ചറിയാതെ പോകരുത്. നമ്മളുടെ ഹൃദയം സ്വസ്ഥമാണ്, അഭയമാണ്, നിർമ്മലമാണ്, സ്വച്ഛമാണ്. അവിടെ അഷ്ടരാഗാദികൾക്ക് പ്രവേശനം പാടില്ല. അവിടെ ഭഗവാൻ ഇരിക്കേണ്ട സ്ഥലത്ത് ചപ്പ് ചവറ് വാരി ഇടരുത് എന്ന് പറയുന്നതിന്റെ അർത്ഥം ചപ്പ് ചവറ് വാരി ഇട്ടാൽ ഭഗവാൻ അവിടെ ഇരിക്കാൻ പറ്റില്ല. ഭഗവാൻ എന്ന് പറഞ്ഞാൽ അവിടെ അദ്വയ പ്രകാശമാണ്. പ്രകാശത്തിലേക്ക് നമ്മളുടെ ശ്രദ്ധ പോകുന്നില്ല. നമ്മൾ സ്വപ്നത്തെയും ജാഗ്രതനെയും പറഞ്ഞു. സ്വപ്നത്തിലെ ആത്മാവിനെ നമ്മൾ എന്താണ് വിളിക്കുന്നത്? സ്വപ്നാഭിമാനിയായിരിക്കുന്ന ആത്മാ തൈജസൻ, തേജസ്സോട് കൂടിയിരിക്കുന്നവൻ. സ്വപ്നത്തിൽ പ്രകാശം മാത്രമേ ഉള്ളൂ, ജാഗ്രത്തിലും അതേ ഉള്ളൂ. സ്വപ്നത്തെ പോലെ തന്നെ ജാഗ്രത്തിൽ ഇരുന്നു കൊണ്ട് ജാഗ്രതയിലെ അനുഭവിക്കാൻ കാണണം. ഈ കാണുന്നതെല്ലാം പ്രകാശമാണ്. നമ്മൾ പ്രകാശത്തെ ദർശിക്കുന്നില്ല, ഇരുട്ടിനെയാണ് ദർശിക്കുന്നത്, നിഴലിനെയാണ് ദർശിക്കുന്നത്. പ്രതിച്ഛായ എന്ന് പറയുന്നത് നിഴലാണ്. നമ്മൾ പറഞ്ഞില്ലേ പ്രതിച്ഛായയാണ് ദർശിക്കുന്നത് എന്ന്. അപ്പൊ അതുകൊണ്ട് തസ്മാത് കാരണാത്, ആ കാരണത്താൽ ന ജീവേശ്വരയോർ ഭേദ ബുദ്ധി സ്വീകാര്യ, അതുകൊണ്ട് ഒരിക്കലും ജീവനും ഈശ്വരനും വ്യത്യാസമാണ് എന്ന്, ഭേദമുണ്ട് എന്ന് അങ്ങനെ വിചാരിക്കരുത്. ഭേദമില്ല. അതെങ്ങനെ തിരിച്ചറിയണം? ഇതൊക്കെ ഏകാന്തത്തിലിരുന്ന് വിശകലനം ചെയ്ത് ഈ ഭാഗങ്ങളൊക്കെ ആവർത്തിച്ച് പഠിച്ച് വിവേകികളായ നിങ്ങളൊക്കെ വളരെ ഗംഭീരമായിട്ട് ഇതിനെ ശ്രവണം ചെയ്യുമെന്നും മനനം ചെയ്യുമെന്നും നിധിധ്യാസം ചെയ്യുമെന്നും അറിയാം. നമ്മളുടെ മനുഷ്യ ജന്മം ശ്രേഷ്ഠമാണ്. ഇവിടെ വെച്ച് ഇത് നേടിയിരിക്കണം. അതുകൊണ്ട് പ്രഭാതത്തിലും പ്രദോഷത്തിലും ഉപാസന മുടക്കരുത്. അത് സഗുണോപാസന ആയിക്കൊള്ളട്ടെ, യാതൊരു കുഴപ്പവുമില്ല. നിങ്ങൾ സഗുണോപാസന ചെയ്തുകൊള്ളൂ, നിർഗുണോപാസന ചെയ്തുകൊള്ളൂ. സഗുണോപാസനയിൽ നിങ്ങൾ ചേർത്ത് വെക്കുന്ന സകല ഗുണങ്ങളും നിർഗുണമാണ്. ആ നാമങ്ങളൊക്കെ ജപിച്ചു തന്നെ, ഇപ്പൊ സഹസ്രനാമമൊക്കെ എടുത്താല് ഏതെടുത്താലും ആ അരൂപ സത്തയിലേക്ക് ഒരു സാധകനെ ഉയർത്തുന്നതാണ്. ആ ഉപാസന നടത്തുന്നതിനോടൊപ്പം, മുടങ്ങാതെ നടക്കുന്നതിനോടൊപ്പം രാവിലെയും വൈകിട്ട് 1 മണിക്കൂർ ആർക്കും അതിനുവേണ്ടി മാറ്റിവെക്കാം. ബാക്കി സമയം എങ്ങനെയും ആയിക്കോട്ടെ. 1 മണിക്കൂറൊന്നും കിട്ടില്ല മാതാജി, നിങ്ങളെ പോലെയുള്ളവർക്ക് കിട്ടും. ശരി, ആയിക്കൊള്ളട്ടെ, അരമണിക്കൂർ എടുക്കാമല്ലോ. ദിവസം 1 മണിക്കൂർ ഇതിനു വേണ്ടി മാറ്റിവെച്ചുകൂടെ? അപ്പൊ ഹൃദയത്തിൽ ശ്രദ്ധ വിവേകത്തിന് വരും, വിരാഗതയ്ക്ക് വരും, ശമാധിഷഡ് സമ്പത്തിക്ക് വരും. അങ്ങനെ മുമുക്ഷുത ഉള്ളിൽ തോന്നി തുടങ്ങും. ഇനിയും ഈ ശരീരത്തിലിരുന്നു കൊണ്ട് ഭയവും ഉത്കണ്ഠയും സുഖം എന്ന് ധരിച്ച് തെറ്റായി ധരിച്ച് കണ്ടിട്ട് മതിയായില്ല, കേട്ടിട്ട് മതിയായില്ല, രുചിച്ചിട്ട് മതിയായില്ല. അയ്യേ, അവിവേകം എന്ന് സ്വയം തിരിച്ചറിഞ്ഞുകൊണ്ട് ഉള്ളിലെ കാഴ്ന്നു മുങ്ങുന്നതിന് അനുപമതയാവാരിധിയായിരിക്കുന്ന ശങ്കര ഭഗവത് പാദരുടെ പാദാരവിന്ദങ്ങളെ കൂട്ടുപിടിച്ചുകൊണ്ട് മുന്നേറാൻ നമുക്ക് ഈ തത്വബോധ പ്രകരണം എന്ന ഗ്രന്ഥം സഹായകമാകും. ആചാര്യ ഭഗവത് പാദരെ സർവാത്മന ഹൃദയത്തിൽ പ്രതിഷ്ഠിച്ച തേജോ രൂപം അദ്വയ സത്യപ്രകാശം നമ്മളെ നയിക്കുന്നു എന്ന് വളരെ ഹൃദ്യമായിട്ട് അതിൽ രസിച്ചുകൊണ്ട് രമിച്ചുകൊണ്ട് മുന്നേറാൻ നമുക്ക് കഴിയണം. എന്തായാലും ഈ അടുത്ത 3 പ്രകരണ ഭാഗങ്ങൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം. ഇന്ന് ഒടിച്ചു മൊത്തം പറയും എന്നായിരുന്നു ധരിച്ചിരുന്നത്. എന്തോ അറിയാതെ കുറച്ച് പറഞ്ഞു പോയത് കൊണ്ടായിരിക്കും. സാരമില്ല, നമുക്ക് എന്തായാലും ഇതിന്റെ പഠിതാക്കൾ, ശ്രോതാക്കൾ ധന്യാത്മാക്കളാണ്. അതുകൊണ്ട് ഏവരും ഇത്രയും ഭാഗം അടുത്ത മാസം വരെ ആകുമ്പോഴേക്കും ഹൃദിസ്ഥമാക്കാനുള്ള ഒരു ശ്രദ്ധ, ആവർത്തിച്ച് പഠിക്കുന്നതിനും മനനം ചെയ്യുന്നതിനുമുള്ള ഒരു ശ്രദ്ധ കൊണ്ടുവരും എന്ന് ധരിച്ചുകൊള്ളട്ടെ. ഇത്രയും നേരം സംവദിച്ചു കൊണ്ടിരുന്ന ഈ വാക്കുകൾ അപ്രമേയ ചൈതന്യ സ്വരൂപമായിരിക്കുന്ന, അദ്വയ സത്യമായിരിക്കുന്ന ശ്രീശങ്കര ഭഗവത് പാദരുടെ പാദാരവിന്ദങ്ങളിൽ പ്രത്യക്ഷ ബ്രഹ്മസ്വരൂപമായിരിക്കുന്ന ശ്രീ ശാന്താനന്ദ സ്വാമി
ജിയുടെ തൃച്ചേവടികളിൽ പൂജാമലരുകളായി അർപ്പിച്ചുകൊണ്ട് എല്ലാവർക്കും ആദിശങ്കര ഭഗവത്പാദരുടെ അനുഗ്രഹ കടാക്ഷം നിതരാം ലഭിച്ച് സാധന ചതുഷ്ടയ സമ്പന്നരായി ഈ വേദാന്ത ദാർശനിക രസ ആസ്വാദനത്തിൽ ആമഗ്നമായി സ്വസ്ഥതാ സമ്പൂർണമായ ഒരു ജീവിതം നയിക്കാൻ കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് സർവവിധ ശ്രേയസ്സും പ്രേയസ്സും നിതരാം ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓം വാ യജ്ഞേന കൽപദാ. വളരെ സന്തോഷം മാതാജി. എനിക്ക് തോന്നുന്നു മാതാജി കഴിഞ്ഞ 7 ദിവസമായി, ഒരാഴ്ചയായിട്ട് മൂകാംബിക ദേവിയുടെ ദർശനത്തിലായിരുന്നു. ഇന്നലെ രാത്രിയിൽ തിരിച്ചെത്തിയതേ ഉള്ളൂ. അതിനുശേഷം ഇന്ന് ഇങ്ങനെ ഒരു പരിപാടി നടത്തുവാൻ കാണിച്ച ആ മനസ്സിന് ആദ്യമേ നന്ദി. കാരണം നമുക്കൊക്കെ എല്ലാവർക്കും അറിയാം, ഒരു യാത്രയൊക്കെ കഴിഞ്ഞ് വന്നിട്ടൊരു ഒരു ഓൺലൈൻ പരിപാടി നടത്തുക എന്ന് പറഞ്ഞാൽ അതുമാത്രമല്ല, 1 മണിക്കൂർ നേരത്തോളം ആ ഒരു വിഷയത്തെ സംബന്ധിച്ച് പ്രഭാഷണം നടത്തുക അതൊരു വലിയൊരു കാര്യം തന്നെയാണ്. അതായത് അങ്ങേ മാതാജിയുടെ പാതാരബന്ധങ്ങളിൽ നമസ്കരിക്കുന്നു. അതോടൊപ്പം ഇവിടെ അന്ന് കഴിഞ്ഞ 25 സെഷനുകളിലായി തത്വബോധത്തെക്കുറിച്ചുള്ള ക്ലാസ് നടത്തിയിരുന്നു. അതിൻ്റെ PDF ഫയൽ മാതാജി അയച്ചു തന്നിരുന്നു. അത് ഞാൻ എല്ലാ ഗ്രൂപ്പുകളിലും അത് ഫോർവേഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആർക്കെങ്കിലും കിട്ടാതെ പോയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ഒരിക്കൽ കൂടി നമുക്കത് പോസ്റ്റ് ചെയ്യാം. അതെല്ലാവരും അതിൻ്റെ പ്രിൻ്റ് ഔട്ട് എടുത്ത് അത് തീർച്ചയായിട്ടും അത് മനസ്സിലാക്കുക. അതോടൊപ്പം തന്നെ ഞാൻ ഈ വേദിയിലേക്ക് സുരേഷ് ഏട്ടനെ ആദരപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. അതേപോലെ ആർക്കെങ്കിലും എന്തെങ്കിലും ചോദിക്കുവാനുണ്ടെങ്കിൽ 2 മിനിറ്റ് സമയം അതിനുവേണ്ടി അനുവദിക്കണമെന്ന് താഴ്മയെ അപേക്ഷിക്കുന്നു മാതാജിയോട്. ജയശങ്കര. മാതാജിക്ക് ഏറെ ബഹുമാനത്തോടുകൂടി പ്രണാമം അർപ്പിക്കുന്നു. ജ്യോതിഷ് പറഞ്ഞ പോലെ 25 ക്ലാസ് കഴിഞ്ഞു, പിന്നെ ഒരു റിവിഷൻ തുടങ്ങി. തീർച്ചയായിട്ടും നമ്മൾ ആ പ്രഭാഷണ പരമ്പരയോട് കാണിക്കുന്ന താല്പര്യം അത് നമുക്കൊരു അനുഗ്രഹം തന്നെയായിട്ട് തിരിച്ച് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കും. എന്തായാലും ഇതിൽ പങ്കെടുക്കാൻ കഴിയുന്നു എന്നത് തന്നെ വളരെ ഭാഗ്യമായിട്ട് തന്നെ കണക്കാക്കുന്നു. തീർച്ചയായിട്ടും നമുക്കൊരു ഗുരുനാഥ എന്താ പറയുക, തീർച്ചയായിട്ടും നമ്മളെ ഒരു വഴി കാണിക്കാൻ മുമ്പിൽ സ്വാമിനി ഉള്ളത് തന്നെ നമുക്ക് വളരെ അനുഗ്രഹമാണ്. ഈ വാക്കുകൾ കൂടുതൽ നീട്ടുന്നില്ല. തീർച്ചയായിട്ടും ഇനിയും ഏറെക്കാലം നമ്മളോടൊപ്പം നമ്മളെ അനുഗ്രഹിച്ച് നമ്മളെ വഴി കാണിച്ച് മുന്നിൽ ഉണ്ടാവണം എന്ന അഭ്യർത്ഥനയോട് ഞാൻ വാക്കുകൾ ചുരുക്കുന്നു. ജയശങ്കര. വളരെ സന്തോഷം സുരേഷ് ഏട്ടാ, നിങ്ങളുടെ എളിയ വാക്കുകൾക്ക്. ഞാൻ അടുത്തതായി വേദിയിലേക്ക് ജയകൃഷ്ണേട്ടനെ ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. 2 വാക്ക് സംസാരിക്കുന്നതിനായി. ജയശങ്കര പാതാരവിന്ദങ്ങളിൽ നമസ്കരിക്കുന്നു. അഹോഭാഗ്യം എന്നല്ലാതെ ഇപ്പൊ എന്താ പറയുക? അപ്പോ എല്ലാ ക്ലാസ്സുകളും, സ്വാമിനിയുടെ എല്ലാ ക്ലാസ്സുകളും സുരേഷ് ഏട്ടൻ പറഞ്ഞതുപോലെ തന്നെ വളരെ ആനന്ദപ്രദായകമായിരുന്നു എന്ന് വേണമല്ലോ പറയാൻ. അറിവ് ലഭിച്ചു, അതിൽ ആനന്ദം കൂടെ വന്നെങ്കിൽ മാത്രമേ കാര്യമുള്ളൂ. അപ്പം ആനന്ദപ്രദായകമായിരുന്നു. തീർച്ചയായിട്ടും നമ്മളെല്ലാം വളരെയധികം സന്തോഷിക്കുന്നു, അത് എടുത്ത് പറഞ്ഞു കൊള്ളട്ടെ. പിന്നെ ഇന്നിപ്പോ സാധനാചതുഷ്ടയത്തെ അടുത്തറിയുവാൻ സാധിക്കൂ എന്ന് പറയുന്നത് എന്തെങ്കിലും അറിഞ്ഞു എന്ന് ധരിക്കുന്ന തെറ്റാണ് എന്ന് സ്വാമിനി തന്നെ നമുക്ക് പറഞ്ഞു തന്നു. അപ്പോൾ വളരെ 2% നമുക്ക് മനസ്സിലാവുന്നുള്ളൂ. അതും വളരെ കാര്യമായിട്ട് തന്നെ ഗ്രഹിച്ചിരിക്കുന്നു. അപ്പൊ എന്തെങ്കിലും അറിഞ്ഞോ എന്ന് ചോദിക്കുന്നതിൽ അർത്ഥമില്ല. പക്ഷെ എന്തൊക്കെയോ ധരിക്കുവാൻ ശ്രമിച്ചു. ആ ശ്രമം നമ്മളിലേക്ക് എത്തിക്കുവാൻ സ്വാമിനി ശ്രമിച്ചു. നമ്മളത് ധരിക്കുവാനായിട്ട് ശ്രമിച്ചുകൊള്ളുന്നു. വീണ്ടും വീണ്ടും സാധന ചെയ്തുകൊണ്ട് അത് നമുക്ക് സ്മരിച്ച് എടുക്കാം. പിന്നെ വളരെ എല്ലാ വരികളും വളരെ മനോഹരമായിരുന്നു. തീർച്ചയായിട്ടും എനിക്ക് മറ്റൊരു കാര്യം ഞാൻ എപ്പോഴും ചിന്തിച്ചിരുന്നത് തന്നെയാണ്, ഈ ജ്ഞാനേന്ദ്രിയങ്ങൾ എവിടെ നിന്ന് ഉത്ഭവിച്ചു എന്നുള്ള ചോദ്യത്തിന് വളരെ മനോഹരമായ ഉത്തരം ഇന്ന് ഉണ്ടായി എന്നുള്ളതാണ്. കാരണം നമ്മൾ പഞ്ചഭൂതങ്ങളെക്കുറിച്ചും എങ്ങനെ വളരെ ഗംഭീരമായിട്ട് ഘോരഘോരം പലരും എഴുതിയിരിക്കുന്നു, സംസാരിച്ചിരിക്കുന്നു, പലയിടത്തുമുണ്ട്. പക്ഷെ ഇന്ന് ജ്ഞാനേന്ദ്രിയങ്ങളുടെ ഉദ്ഭവം സത്വ രജ തമോ ഗുണങ്ങളിൽ നിന്ന് വന്നിരിക്കുന്നതിനെ കുറിച്ച് വളരെ മനോഹരമായിട്ട് സ്വാമിനി നമുക്ക് പറഞ്ഞു തന്നു. പിന്നെ എല്ലാ വാക്കുകളും അത്യധികം സന്തോഷിപ്പിക്കുന്നതായിരുന്നു. രസകരമായ ഒരു വാചകം എനിക്ക് ശങ്കരാചാര്യ സ്വാമികള് ഇപ്പം ദുർലഭമാണ്
ജന്മം എന്ന് മാതാജി പറഞ്ഞു. വിവേക ചൂടാമണിയിൽ വളരെ ഗംഭീരമായ ഒന്ന് രണ്ട് പല ശ്ലോകങ്ങളും വളരെ നല്ല ഒരു നടനെ പോലെ നടനം ചെയ്തു വേണം ഈ ജീവിതം ജീവിക്കുവാൻ. അതായത് ആ ഭാസിൽ രതിയുള്ളവനാവണം, ഭാരതീയനാവണം എന്ന് അതിമനോഹരമായിട്ട് നമുക്ക് നമ്മുടെ ഗുരുനാഥ എന്ന് പറഞ്ഞു തന്നു. അത് എത്ര പേര് ശ്രവിച്ചു എന്നറിയില്ല. അത് വളരെയധികം എനിക്ക് മനസ്സിൽ തറച്ചു എന്നൊന്ന് പറഞ്ഞു കൊള്ളട്ടെ. അതൊരു നല്ല ചിന്തനമായിരുന്നു. തീർച്ചയായിട്ടും അതിനെ പൂർണ്ണമായിട്ടും ഗ്രഹിച്ചിരിക്കുന്നു. പിന്നെ വളരെ ഗംഭീരമായി മോഡേൺ സയൻസിൻ്റെ വിലാപത്തെക്കുറിച്ചും സൂര്യൻ്റെ ഇപ്പോഴത്തെ ഗതിയെക്കുറിച്ചും പണ്ട് ബ്രഹ്മവൈവർത്തക പുരാണത്തിൽ ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടല്ലേ സ്വാമിനി? അപ്പൊ ഞാന് ബ്രഹ്മവൈവർത്തക പുരാണത്തില് ഹനുമാൻ സൂര്യന്റെ മുമ്പേ ഓടി നടന്നുകൊണ്ടാണ് ഈ എല്ലാ അഷ്ടസിദ്ധികളും നേടുന്നതെന്നാണ്. അപ്പൊ അതിവേഗതയിലായി സൂര്യൻ സഞ്ചരിച്ചിരിക്കുന്നു. സൂര്യനേക്കാൾ മുമ്പിൽ സഞ്ചരിക്കുവാൻ കഴിവുള്ളവനായിട്ട് ഹനുമാൻ മാറി. അതുകൊണ്ടാണ് അതിന് ശനിയുടെ അല്ലേ അങ്ങനെയൊക്കെ ഉണ്ടെന്നാണ്. അപ്പം അന്ന് ഭാരതീയ സംസ്കൃതി എത്ര ഭംഗിയായിട്ട് ഇതിനെയൊക്കെ ടെലിസ്കോപ്പോ എന്താ ഉള്ളതെന്ന് നമുക്കറിയില്ല. അന്നത്തെ ജ്ഞാനേന്ദ്രിയങ്ങളിൽ കൂടെയാണ്, എല്ലാം ജ്ഞാനത്തിലൂടെയാണ് അവർ സിദ്ധിച്ചിരിക്കുന്നത്. പക്ഷേ ഇന്നിപ്പോ മോഡേൺ സയൻസ് ഇപ്പൊ നമ്മൾ ഭാരതത്തിലെ ശാസ്ത്രം ശരിയാണ് എന്ന് പറഞ്ഞു വരുന്നു എന്ന് കേട്ടതിലും അത്യധികം സന്തോഷം. വാക്കുകൾക്ക് അതീതമാണ്. അപ്പം സ്വാമിനിയുടെ ക്ലാസ്സുകളെ കുറിച്ച് പറയാനാണെങ്കിൽ അനവധി പറഞ്ഞുകൊണ്ടിരിക്കാം. നമ്മൾ ഏതായാലും ജ്ഞാനം നേടിക്കൊണ്ടിരിക്കുന്നു എന്നുള്ള ഇതിൽ വളരെയധികം ചാരിതാർത്ഥ്യരാണ്. മറ്റു വാക്കുകളൊന്നും എനിക്ക് പറയാനില്ല. പാദ നമസ്കാരം ചെയ്തുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ജയശങ്കര, ജയശങ്കര, ജയശങ്കര. നമസ്തേ ജയകൃഷ്ണൻജി. അത്രയും ഹൃദ്യമായിട്ട് അതിനെ ഉൾക്കൊള്ളുന്നു എന്നറിയുന്നതിൽ ആചാര്യ ഭഗവത് പാദരുടെ അനുഗ്രഹം നമുക്ക് ലഭിക്കുന്നു എന്നുള്ളത് നമുക്ക് തിരിച്ചറിയാം. അനുഗ്രഹ കടാക്ഷം ലഭിക്കുന്നു. അതുപോലെ സൂര്യൻ ആദിത്യ ഹൃദയത്തില് സൂര്യന്റെ കാര്യം നമ്മളുടെ വാത്മീകി രാമായണത്തില് ആദിത്യ ഹൃദയ മന്ത്രത്തില് ഖഗായ നമഃ എന്ന് പറയുന്നുണ്ട്. ഖ എന്ന് പറഞ്ഞാൽ ആകാശം, ഖം ആകാശം, ആകാശത്തിൽ ഗമിക്കുന്നവൻ എന്നാണ് സൂര്യനെ പ്രകീർത്തിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ സൂര്യൻ അന്നേ ചലിക്കുന്നുവെന്ന് വാത്മീകി പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ശാസ്ത്രം ഇന്നാണ് ഇത് കണ്ടുപിടിച്ചിരിക്കുന്നത്. ഖഗായന. അതെ അതെ. നക്ഷത്രഗണാമധിപോ വിശ്വഭാവന തേജസാമപി തേജസ്വി ദ്വാദശാത്മം നമോസ്തുതേ നമ പൂർവാഗ്രേ പശ്ചിമാഗ്രേ എന്ന അതിന്റെ സംസ്കൃതത്തിൽ അല്ലേ? അത് അതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. ജയശങ്കര. എന്തായാലും വളരെ സന്തോഷം. ജയകൃഷ്ണൻജിയുടെ വാക്കുകള് ഈ കേട്ടിരിക്കുന്നവർക്കും ഒക്കെ ഒരു വളരെ പ്രേരണയും പ്രചോദനവുമാണ് എന്നുള്ളതാണ് വളരെ യാഥാർത്ഥ്യം. കാരണം അതെ, തീർച്ചയായിട്ടും വളരെ വളരെ നല്ല രീതിയിൽ ഉൾക്കൊള്ളുന്നതിനുള്ള ഒരു ഹൃദയ വിശുദ്ധി ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. സന്തോഷം, വളരെ സന്തോഷം മാതാജി. അതേപോലെ ജയശേഖരൻ വാമനേട്ടൻ എന്തോ പറയാനായിട്ട് വരുന്നുണ്ട്. അപ്പൊ അദ്ദേഹത്തിനും കൂടെ ഒരു ജയശങ്കര. മാതാജിയുടെ ക്ലാസ്സിൽ ഒരു പ്രത്യേകമായി തോന്നിയത് പറഞ്ഞു തന്ന പല കാര്യങ്ങളും വീണ്ടും വീണ്ടും പറഞ്ഞ് നമ്മുടെ മനസ്സിൽ അത് ഹൃദിസ്ഥമാക്കുന്നു എന്നുള്ളതാണ്. ഈ തത്വവിചാരം എന്ന് പറയുമ്പോൾ അത് അങ്ങോട്ട് എളുപ്പം അവിടെ മനസ്സിലാക്കുന്ന കാര്യമല്ല തന്നെ. പക്ഷേ മാതാജി പറയുമ്പോൾ പറഞ്ഞ കാര്യങ്ങൾ വീണ്ടും വീണ്ടും ഓരോ ക്ലാസ്സിനും ഞാൻ ചിലപ്പോൾ എഴുതി വെക്കും. നോക്കുമ്പോൾ ഇതെന്നാണല്ലോ നേരത്തെ പറഞ്ഞത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിൽ അത് അടിവരയിട്ട് ഉറപ്പിക്കുന്ന രീതിയിലാണ് മാതാജിയുടെ ഒരു വാക്കളും ജയകൃഷ്ണൻജി പറഞ്ഞതുപോലെ തന്നെ എന്താ പറയേണ്ടത്. അതിപ്പോൾ നമ്മളിപ്പോൾ ഈ 1 മണിക്കൂറും 1% പോലും താഴോട്ടോ മേലോട്ടോ ഊർജം പോകാതെ ഒരേ രീതിയിൽ ഒരേ ശബ്ദത്തിൽ ആ ഹൃദയത്തിന്റെ അല്ലെങ്കിൽ ആ അന്തരാത്മാവിന്റെ ശബ്ദം നമ്മുടെ ചന്ദാനന്ദഗിരിയുടെ അനുഗ്രഹത്താലെ മാതാജി പറയുന്ന ആ വാക്കുകൾ ഞങ്ങൾക്ക് വളരെ സന്തോഷം നൽകുന്നു. തീർച്ചയായിട്ടും ഞാൻ ഇന്നലെ നമ്മുടെ ചന്ദാനന്ദഗിരിയുടെ ഒരു വായിച്ചോളെ വിത്തുമുളപ്പതുപോലെ ചിത്തം വൃത്തിപ്പെടുവതു സംസാരം. വിത്തുമുളപ്പതുപോലെ ചിത്തം വൃത്തിപ്പെടുവതു സംസാരം. തത്വവിചാരത്താലേ ചിത്തം ചത്തെന്നാലോ മുക്തിപദം. അങ്ങനെ തത്വവിചാരത്തിലൂടെ മാതാജിയുടെ അനുഗ്രഹത്താല് നമ്മുടെ ചിത്തത്തില് ആ മുക്തിപദത്തിലേക്ക് എത്തിച്ചേരാൻ മാതാജിയുടെ വാക്കുകൾ ഞങ്ങളെ പ്രാപ്തരാക്കട്ടെ. ഈ ആദിശങ്കര ഇന്റർനാഷണൽ എന്ന് പറയുന്ന സംഘടനയിൽ ഉൾപ്പെട്ടുകൊണ്ട് ലോകത്തിൽ മൊത്തം ഇരുന്നുകൊണ്ട് സുമനസ്സുകളുടെ പ്രയത്നത്താൽ അവരുടെ പ്രാർത്ഥനയാൽ
മാതാജിയുടെ വാക്കുകൾ ഞങ്ങൾക്ക് എപ്പോഴും ഉത്തേജനം നൽകുന്നു. ഇനിയും ശ്രമിക്കാനുള്ള ഭാഗ്യം ഉണ്ടാകട്ടെ. ജയശങ്കര, ജയശങ്കര. വളരെ സന്തോഷം വാമനേട്ട, അങ്ങയുടെ വാക്കുകൾക്ക്. വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും സംസാരിക്കാനുണ്ടോ? ഇതിൽ മുന്നോട്ട് വരാം. അതല്ലെങ്കിൽ നമുക്ക് ഇന്നത്തെ സെഷൻ ഇവിടെ പൂർണ്ണമാക്കാം. ആരെങ്കിലും ഉണ്ടോ? ആർക്കെങ്കിലും സംസാരിക്കാനുണ്ടോ മാതാജിയോട്? ആരുമില്ല. എല്ലാവർക്കും ജഗദീശ്വരന്റെ കാരുണ്യ കടാക്ഷം ഉണ്ടാവട്ടെ എന്ന ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് എന്തൊക്കെ വിടവാങ്ങാം. ലോകാസമസ്ത സുഖനോ ഭവന്തു. എല്ലാവർക്കും നന്മയുണ്ടാവട്ടെ. ജയശങ്കര, ജയശങ്കര, ജയശങ്കര. ഇതിന്റെ അടിസ്ഥാനത്തിലുള്ള